നമസ്കാരം. പിറ്റേ ദിവസം ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി. ഷെൻഹാരി അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പരമാവധി ഷോപ്പുകളിൽ പരമാവധി പ്രോഡക്റ്റുകൾ തലേദിവസം തന്നെ എത്തിച്ചിരുന്നു. പത്രത്തിലെ വാർത്തകൾ സകല ആളുകളെയും ആ കടകളിലേക്ക് ആകർഷിക്കേണ്ടതാണ്. പങ്കെടുത്ത ഒട്ടുമുക്കാല് ജേർണലിസ്റ്റുകളും അവര് അനുഭവിച്ചറിഞ്ഞ ആ പ്രോഡക്റ്റിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇനീഷ്യൽ തള്ള് കടകളിലേക്ക് ഷെൻഹാരി പ്രതീക്ഷിച്ചെങ്കിലും അത്ര ആളുകളൊന്നും കടകളിലേക്ക് വന്നില്ല. ഈ റിവർ സിറ്റിയിലെ വൻകിട കമ്പനികളെല്ലാം ഈ ലോഞ്ച് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഫസ്റ്റ് ഡേയിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെ വിറ്റുപോകും എന്നതിനനുസരിച്ചിരിക്കും ആ പ്രോഡക്റ്റിന്റെ ഭാവി എന്ന് പറയുന്നത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് വേണ്ടി സകല മാധ്യമങ്ങളും അനുകൂലമായ ഒരു റിപ്പോർട്ടിംഗ് ആണ് നടത്തിയതെങ്കിലും ആദ്യത്തെ ദിവസത്തെ ഉച്ചവരെയായിട്ടും മാർക്കറ്റിൽ വലിയ അനക്കൊന്നും ഉണ്ടായില്ല. മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും വേറെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകള് ഈ ഉൽപ്പന്നത്തിനെ അങ്ങനെ എടുത്തു പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ പ്രോഡക്റ്റ് കൊടുക്കും എന്ന് മാത്രം. പക്ഷെ ആ ട്രെൻഡ് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പതുക്കെ മാറി തുടങ്ങി. ചില ആളുകളൊക്കെ ആ പ്രോഡക്റ്റ് ചോദിച്ച് വന്നു തുടങ്ങി. റിവർ സിറ്റിയിൽ മാത്രമല്ല, ജിയാങ്നൻ പ്രൊവിൻസിനകത്തുള്ള പ്രമുഖ സിറ്റികളിലും ഹക്സിലെമ്പാടും ഈ ശൈലിയിൽ പ്രോഡക്റ്റ് വിതരണത്തിൽ എത്തിച്ചിരിക്കുകയാണ്. സമീപ രാജ്യങ്ങളിൽ പേൾ നേഷൻ ഒഴികെയുള്ള രാജ്യങ്ങളിലെല്ലാം ഷെൻഹാരി ആ പ്രോഡക്റ്റ് എത്തിച്ചിട്ടുണ്ട്. സകല സ്ഥലത്തും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള ഒരു തണുപ്പൻ മട്ടിലെ പ്രതികരണം വൈകുന്നേരമായപ്പോൾ ഒരു പോസിറ്റീവ് ലക്ഷണം കാണിച്ചു തുടങ്ങിയതായി വാർത്തകൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ എത്തുന്നുണ്ട്. സീനയും സോയയും സ്വാഭാവികമായിട്ടും ആ മാർക്കറ്റിങ്ങിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തോംസൺ റെസിഡൻസിയിൽ തന്റെ രഹസ്യ മുറിയിൽ നീല് പ്രാക്ടീസിലാണ്. നീലിന്റെ ആ മാർഷൽ ആർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങുന്നത് 16-ാം വയസ്സിന് ശേഷമാണ്. നീലിനെ അന്ന് ആ കോയിനിലേക്ക് റിവറിൽ നിന്ന് രക്ഷിച്ച വ്യക്തി നീലിനെ കൊണ്ടുപോയ സ്ഥലത്ത് വെച്ച് നീലിനെ കൊടുത്ത പ്രാക്ടീസ് ബോഡി ടെമ്പറിംഗ് ആണ്. നമ്മൾ ഈ കൊല്ലന്മാര് ആലയിൽ ഇരുമ്പിനെയൊക്കെ ചുട്ടു പഴിപ്പിച്ചെടുത്ത് അടിച്ചടിച്ച് പിന്നെയും പരുവപ്പെടുത്തുമല്ലോ, അതേ ശൈലിയിൽ ബോഡി ടെമ്പർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് 9 സ്റ്റേജുകളുമുണ്ട്. ആ 9 സ്റ്റേജും കഴിയുമ്പോൾ നല്ല ഉരുക്ക് ബോഡിയായി ഈ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ബോഡി മാറും. അത്തരം ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് നീല് തുടക്കത്തിൽ കടന്നുപോയിരുന്നത്. ആ സമയത്ത് ബോഡി ടെമ്പർ ചെയ്യുന്നതോടൊപ്പം വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ കൂടി ആ മാസ്റ്റർ നീലിനെ പഠിപ്പിച്ചിരുന്നു. ഏത് ശൈലിയിലുമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതോടൊപ്പം വിവിധ ആയുധങ്ങളുടെ പ്രയോഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഈ സമയത്താണ് ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും പഠിക്കുക. നീലും അങ്ങനെ തന്നെ പഠിച്ച വ്യക്തിയാണ്. സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകളും ഏൻഷ്യന്റ് മാർഷൽ ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബോഡി ടെമ്പറിംഗ് സ്റ്റേജിന്റെ 9ാമത്തെ ലെവല് കഴിയുമ്പോഴാണ്. 9ാമത്തെ ലെവല് കഴിയുമ്പോൾ നീല് പ്രാക്ടീസ് ചെയ്യുന്ന ആ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് പുതിയ ഒരു സ്റ്റേജിലേക്കാണ്. ആ സ്റ്റേജിനെ വിളിക്കുക സോൾ ഓപ്പണിംഗ് എന്നാണ്. സോൾ ഓപ്പണിംഗ് സ്റ്റേജിന് 9 ലെവലുകളുണ്ട്. അവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫിസിക്കൽ സ്ട്രെങ്തിന് പുറമെ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായി ഈ മാർഷൽ ആർട്ടിസ്റ്റ് തിരിച്ചറിയുന്നത്. ഇന്റേണൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിന് ഒരു ബ്രീത്തിങ് എക്സസൈസ് അനിവാര്യമാണ്. ആ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മിക്കവാറും സ്പിരിച്വൽ എനർജി ഒരുപാടുള്ള സ്ഥലത്താണ് ആ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്ത ആളുകൾ ഈ സോൾ ഓപ്പണിംഗ് സ്റ്റേജിലേക്ക് കടക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ഉത്തേജന ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഗുളികകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശൈലിയിലുള്ള ഫുഡ് സപ്ലിമെന്റുകളോ ഒക്കെയാണ് സാധാരണഗതിയിൽ സോൾ ഓപ്പണിംഗ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുക. ആ സപ്ലിമെന്റുകളും മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ ബോഡിക്കുള്ളിൽ കുറെ കൂടി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഊർജത്തെ അവരുടെ ഡാൻറ്റിയൻ പോയിന്റിലേക്ക്, അതായത് ഈ പൊക്കിളിന്റെ സമീപത്തേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് ബോഡിയുടെ എൻറ്റയർ പാർട്സിലേക്കും ചാനലൈസ് ചെയ്യണം. അതാണ് സാധാരണ മാർഷൽ ആർട്ടിസ്റ്റിനെയും ഒരു ഏൻഷ്യന്റ് മാർഷൽ ആർട്ടിസ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും അങ്ങനെ ഊർജത്തെ ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാനോ അവിടുന്ന് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യാനോ പറ്റത്തില്ല. ആ ചാനലൈസിംഗ് മെക്കാനിസത്തിന്റെ വിജയത്തിനനുസരിച്ച് ഇവര് ലെവൽ 1, ലെവൽ 2 അങ്ങനെ 9 ലെവലുകളിലേക്ക് കടക്കും. നമ്മള് നീലിനെ ഈ റിവർ സിറ്റിയിൽ കാണുന്ന സമയത്ത് നീല് യഥാർത്ഥത്തിൽ സോൾ ഓപ്പണിംഗ് സ്റ്റേജിന്റെ 5th ലെവലിലായിരുന്നു. അവിടെ നിന്നുള്ള നീലിന്റെ വളർച്ചയിലാണ് നമ്മൾ നീലിനൊപ്പം ഉള്ളത്. ഈ സോൾ ഓപ്പണിംഗ് സ്റ്റേജിൽ ഓരോ ലെവല് കഴിയുന്തോറും ഡാൻറ്റിയൻ പോയിന്റിലേക്ക് കുമിഞ്ഞു കൂടുന്ന ഊർജത്തെ വളരെ ശ്രദ്ധാപൂർവം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് തന്റെ കൈവിരലിലേക്ക് വരെ കൊണ്ടുവരാൻ പറ്റും. കൈപ്പത്തിയിലേക്കും കൈവിരലിലേക്ക് കൊണ്ടുവരുന്ന ആ ഊർജത്തെ വേണമെങ്കിൽ അവർക്കൊരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാനും പറ്റും. അതുപോലെ അതേ ഊർജത്തെ കാലിലേക്കും കാൽ വിരലിലേക്കും ഒക്കെ കൊണ്ടുവരാം. കാലിലെ പെരുവിരലിലേക്ക് മാത്രം വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. ബോഡിയിലെ ഏത് പാർട്സിലേക്ക് വേണമെങ്കിലും ആ ഊർജത്തെ ചാനലൈസ് ചെയ്യാൻ ഈ ലെവലുകൾ കഴിയുന്നതോടുകൂടി ഈ കക്ഷി
അറിവ് നേടുകയാണ്. നീലും ആ ശൈലിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇതേ സമയത്താണ് എക്സ്റ്റേണൽ എനർജി ഉപയോഗിക്കാനുള്ള ഒരു പഠനം നടക്കുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. നീലിന് തന്റെ ബോഡിക്ക് പുറത്തുള്ള ഊർജ സോഴ്സിനെ, പ്രത്യേകിച്ച് വായുവിനെ കണ്ടൻസ് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നീലിന്റെ മാസ്റ്റർ നീലിനെ പഠിപ്പിച്ച ഒരു അപൂർവ ടെക്നിക്കാണത്. വായുവിനെ അങ്ങനെ ചേർത്ത് പിടിച്ച് കണ്ടൻസ് ചെയ്യിപ്പിച്ച് ഒരു മൂർച്ചയുള്ള ബ്ലേഡ് പോലെ നീലാക്കുന്നതാണ് ഈ വിൻഡ് ബ്ലേഡ് എന്നുള്ള പരിപാടി. വായു ഭയങ്കര ശക്തിയുള്ള ഒരു സംഭവമാണ്, നമുക്കറിയാം. അതിശക്തമായി അടിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെ കൊടുങ്കാറ്റ് എന്ന് വിളിക്കുക. ആ കൊടുങ്കാറ്റിനെ എടുത്തു മറിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അതുപോലെ ആ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന ആ പവറിനെ ഒരു ചെറിയ പോയിന്റിലേക്ക് നീലിനെ കേന്ദ്രീകരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ആ മാസ്റ്റർ നീലിന് വിൻഡ് ബ്ലേഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിൻഡ് ബ്ലേഡ് പല തവണയും നീലിനെ രക്ഷിച്ച കേസാണ്. ശരിക്കും ആ വിൻഡ് ബ്ലേഡ് ഉണ്ടാക്കാൻ ഈ ഏൻഷ്യന്റ് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് കഴിയില്ല എന്നാണ് സത്യം. അവര് ഈ ഫിസിക്കൽ ബോഡിയും അതുപോലെ ഇന്റേണൽ എനർജിയും മാത്രമാണ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുക. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഊർജത്തെ ആയുധമാക്കാൻ കഴിവുള്ള ആളുകൾ വളരെ അപൂർവമാണ്. അങ്ങനെ ആ അപൂർവം ആളുകളെയാണ് കൾട്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കുക. പുരാതന മാർഷൽ ആർട്ടിസ്റ്റുകൾ പല സ്ഥലത്തും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. അവരിൽ നിന്ന് വ്യത്യസ്തനാണ് നീൽ ഗിരി എന്ന നമ്മുടെ കഥാനായകൻ. നീല് ഒരു കൾട്ടിവേറ്ററാണ്. നീൽ ഇപ്പം എത്തിയിരിക്കുന്നത് ഇന്റേണൽ എനർജി അഥവാ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്കാണ്. ശരീരത്തിനകത്തുള്ള ഇന്റേണൽ എനർജിയെ വിവിധ ശൈലിയിലേക്ക് രൂപമാറ്റം വരുത്താനുള്ള ഒരു ശേഷി നേടലാണ് യഥാർത്ഥത്തിൽ ഈ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നടക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ലെവലിലേക്ക് കടന്ന നീലിന് തന്റെ ഏത് കൈയിലേക്ക് വേണമെങ്കിലും ബോഡിയിലെ ഊർജത്തെ കൊണ്ടുവരാനും ആ ഊർജത്തെ എതിരാളിയുടെ ബോഡിയിലേക്ക് അതിശക്തമായി ഒരു പ്രഹരമാക്കി മാറ്റാനും പറ്റും. ലേസർ രശ്മികൾ മുന്നോട്ട് പായുന്ന പോലെ നീലിന്റെ ബോഡിക്കുള്ളിലെ ഇന്റേണൽ എനർജി എതിരാളിയുടെ ബോഡിയിലേക്ക് ബുള്ളറ്റുകൾ പോലെ പാഞ്ഞു കയറും. ആ കപ്പാസിറ്റിയാണ് നീലിപ്പോ നേടിക്കൊണ്ടിരിക്കുന്നത്. നീല് ആ കപ്പാസിറ്റി ഒന്നുകൂടി വളർത്തുന്ന ആ സ്റ്റേജിലെ പ്രാക്ടീസിലാണ് മുഴുകിയിരിക്കുന്നത്. നീല് തുടർച്ചയായി 3 ദിവസം ആ തോംസൺ റെസിഡൻസിക്കകത്ത് ആ ചേംബറിൽ ആ പ്രാക്ടീസ് മെക്കാനിസത്തിൽ മുഴുകിയിരുന്നതും നീലിന്റെ ബ്രേക്ക് ത്രൂകൾ അതിവേഗം സംഭവിക്കുകയാണ്. നീല് പെട്ടെന്നാണ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിന്റെ 3ാമത്തെ ലെവലിലേക്ക് കടന്നത്. നീല് 3ാമത്തെ ലെവലിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ശരിക്കും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ പ്രോഡക്റ്റ് ഒരു വിപ്ലവം തന്നെ ഹക്സിയിൽ സൃഷ്ടിച്ചു എന്ന് പറയാം. 2ാമത്തെ ദിവസം സകല ഷോപ്പുകളിലേക്കും ആളുകൾ ഇരച്ചെത്തുകയായിരുന്നു. തലേദിവസം പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച ആളുകളെല്ലാം ആ പ്രോഡക്റ്റിന്റെ യൂസ്ഫുൾനെസ് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീട്ടിലെ മറ്റാളുകൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങാൻ കടലിലേക്ക് ഓടിയെത്തുകയായിരുന്നു. 2ാമത്തെ ദിവസം ഏകദേശം ഉച്ചയായപ്പോൾ ഹക്സിൽ എമ്പാടുമായി ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് വിതരണത്തിന് എത്തിച്ചിരുന്ന സകല സ്റ്റോക്കും തീർന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഹക്സിക്ക് സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റിന്റെ അവസ്ഥ. പേൾ നാഷണൽ പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ നീൽ സമ്മതിക്കാത്തത് മനഃപൂർവ്വമാണ്. നീലിന്റെ ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്ന് ആ ഫോർമുലകൾ അടിച്ചു മാറ്റാനായി ശ്രമിച്ചത് പേൾ നാഷണൽ ആളുകളാണ്. അതുകൊണ്ടാണ് ആ രാജ്യത്തേക്ക് നീല് പ്രോഡക്റ്റിൽ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ 2 പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ലഭ്യമല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്ന കഥ പരന്നതും ഒരുപാട് ആളുകളാണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ഹെഡ് ഓഫീസിലേക്ക് ഒഴുകിയെത്തിയത്. 2ാം ദിവസം വൈകുന്നേരമായപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് വന്നത്. ഈ സമയത്ത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് ലോകത്തെമ്പാടും നിന്നും ഓർഡറുകൾ അങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ടൺ കണക്കിന് ഓർഡറുകൾ എന്ന് പറയില്ലേ, അങ്ങനെയാ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വാങ്ങുന്ന തിരക്കിലാണ് ഈ സമയത്ത് ഷെൻഹാരി. സിയ അടുത്ത എക്സ്പാൻഷനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. അതേസമയത്ത് സോനയുടെ ശ്രദ്ധ പൂർണ്ണമായും മാർക്കറ്റിംഗ് ശൃംഖല ബിൽഡ് ചെയ്യുന്നതിലാണ്. 3 ദിവസം അതിവേഗം ഇങ്ങനെ കടന്നു പോകുമ്പോൾ 3ാം ദിവസം അതുകൊണ്ട് തന്നെ നേരം പുലർന്ന് അധിക സമയം കഴിയുമ്പോഴേ സോനയും സിയും അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു. പിടിപ്പത് പണിയുണ്ട് 2 പേർക്കും. ആ ഓഫീസ് ആകെ ഒരു ഉത്സവത്തിലാണ്. ആയിരക്കണക്കിന് എൻക്വയറികളാണ് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ റിവർ സിറ്റിയുടെ ചരിത്രത്തിൽ ഈ ശൈലിയിലുള്ള ഒരു മാർക്കറ്റിങ്ങും അതുപോലെ പ്രോഡക്റ്റ് റിക്വയർമെന്റും ആരും കണ്ടതായി ഓർക്കുന്നതേയില്ല. അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു റിക്വയർമെന്റ് ആ പ്രോഡക്റ്റിനുണ്ട്. ഈ ആഴ്ച തന്നെ സകല ആളുകൾക്കും ആവശ്യമായ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമാക്കുമെന്നുള്ള പ്രസിഡന്റ് ഷെൻഹാരിയുടെ പ്രസ്താവന വൻ ഹെഡിങ്ങിലാണ് 3ാമത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഷെൻഹാരി ആ പത്രപ്രസ്താവനയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ആവശ്യമുള്ള ആളുകൾ അത് തൊട്ട് അടുത്തുള്ള കടകളിലെത്തി അറിയിച്ചാൽ അവിടെ അതിവേഗം പ്രോഡക്റ്റുകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലേക്ക് തങ്ങൾ കടക്കുമെന്നാണ് ഷെൻഹാരി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലേക്ക് വന്ന ആളുകൾ ഇപ്പോ ലോകമെമ്പാടുമുള്ള കടകൾക്ക് മുന്നിലേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. പേര് രജിസ്റ്റർ ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രമേ
പ്രോഡക്റ്റ് വരുമ്പോൾ അവർക്ക് പ്രോഡക്റ്റ് ലഭിക്കത്തുള്ളൂ. ഈ ശൈലിയിൽ ആ കടകളിൽ ഒരു കച്ചവടം ആ കടക്കാര് സ്വപ്നത്തിൽ പോലും കരുതുന്നതല്ല. ഈ സംഭവവികാസങ്ങൾ അവിടെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ ജിയാങ്നാം സിറ്റിയിൽ റൂട്ട് കുടുംബത്തിൽ സിയുടെ ഡയാന റൂട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ലോഷൻ വാങ്ങിച്ചിരുന്നു. ആ ലോഷൻ റൂട്ട് കുടുംബത്തിലെ ഒരു സെർവൻസിന്റെ പുറത്ത് തേച്ച് പരിശോധിക്കുകയാണ് ഡയാന. അവർക്ക് അവരുടെ ബോഡിയിൽ പരിശോധിക്കാൻ ഒരു മടി. ഒരുപാട് സെർവൻസ് ഉള്ള ഒരു കുടുംബമാണ് ഈ റൂട്ട് കുടുംബം എന്ന് പറയുന്നത്. ഈ പണക്കാരൊക്കെ അങ്ങനെയാണ്. അവര് കഴിക്കാൻ പോകുന്ന ആഹാരത്തിനോ അവർ ഉപയോഗിക്കാൻ പോകുന്ന സംഭവങ്ങൾക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനായി അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്യാൻ തങ്ങളുടെ ബോഡി വിട്ടുകൊടുക്കല്ലാതെ വേറെ മാർഗമില്ലാത്ത സെർവന്റ് സ്വാഭാവികമായിട്ടും അവളുടെ ബോഡി ഈ റൂട്ട് കുടുംബത്തിന്റെ ആ ഗ്രഹനാഥ ഡയാന പറഞ്ഞനുസരിച്ച് വിട്ടുകൊടുത്തു എന്ന് പറയാം. അവളുടെ മുഖത്ത് ആ ലോഷൻ തേച്ചു പിടിപ്പിച്ചു. കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് തുടർന്ന് ആ സെർവന്റിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അവളുടെ മുഖത്തും ദേഹത്തും ഉണ്ടായ മാറ്റങ്ങൾ ഡയാനയുടെ കണ്ണ് തള്ളിപ്പിച്ചു എന്ന് പറയാം. ധാരാളം വാർത്തകൾ അവർ കേട്ടിരുന്നു. സോഷ്യൽ മാധ്യമങ്ങളിൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ 2 പ്രോഡക്റ്റുകളെ കുറിച്ചും ആളുകൾ എഴുതുന്ന കമന്റുകൾ അവര് നേരത്തെ എങ്ങനെ ഇരുന്നു ഇപ്പൊ എങ്ങനെ ഇരുന്നു എന്ന് കാണിക്കുന്ന ശൈലിയുള്ള ഫോട്ടോകളൊക്കെ ഇഷ്ടംപോലെ കണ്ടതുകൊണ്ടാണ് ഇരിക്കപ്പുറത്തില്ലാതെ ഡയാന ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് സെർവന്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് നോക്കിയത്. സോഷ്യൽ മാധ്യമങ്ങളിൽ കാണുന്നത് 100% ശരിയാണ്. വൻ മാറ്റമാണ് ആ പ്രോഡക്റ്റ് വ്യക്തിയിൽ ഉണ്ടാക്കുന്നത്. അത് ഡയാനയ്ക്ക് ശരിക്കൊരു അമ്പരപ്പും അതേ സമയത്ത് അവരൊരു പുഞ്ചിരിയും ഉണ്ടാക്കുകയാണ്. അവർ ഈ നീലുമായിട്ട് ഒന്ന് ഉരസുമ്പോൾ അവരുടെ ആ ഉരസിൽ നീലിന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. നീല് അവരുടെ കുടുംബത്തോടൊപ്പം നീലിന്റെ ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെയും അവന്റെ ആ ഗ്രീസ് കുടുംബത്തെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ അതൊരു വീമ്പിളക്കലായി മാത്രമാണ് ഡയാന കണ്ടത്. പക്ഷെ ഇപ്പോ അവർ തിരിച്ചറിയുകയാണ് ഈ ശൈലിയിൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഹക്സിയിലെയും അതുപോലെ ലോകത്തിലെ വിവിധ മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല റൂട്ട് കുടുംബത്തെ ഗ്രീസ് കുടുംബം മറികടക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഡയാനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞത്. ശരിക്കും അവർക്കിപ്പോ നീലിനെ ഏതാണ്ടെങ്കിൽ ഇഷ്ടമാണ്. അവരുടെ മകൾ സിയയ്ക്ക് നീലിന് ഇഷ്ടമാണ് എന്നുള്ള കാര്യവും അവർക്കറിയാം. സിയും നീലും നല്ല ജോഡിയുമായിരിക്കും. നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ സിയുടെയും നീലിന്റെയും വിവാഹം അവർ നടത്തിയനെ. അതിനെക്കുറിച്ച് അവരെങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ആ മുറിയിലേക്ക് അവരുടെ ഹസ്ബൻഡ് കടന്നു വരുന്നത്. ആ റൂട്ട് കുടുംബത്തിന്റെ തലവൻ സാക്ഷൽ ഹാൻസൺ റൂട്ട്. ഹാൻസൺ ഡയാനെ കണ്ടു. എന്താ ഡയാന? ശബ്ദം കേട്ട് തിരിഞ്ഞ ഡയാന ഹാൻസനെ കണ്ടു. ഹാൻസനോടായി ഡയാന പറഞ്ഞു, ഞാനേ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെയും നീലിനെയും കുറിച്ച് ആലോചിച്ചത്. ഡയാന, ശരിക്കും ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് അല്ലാതെ വേറെ ഒന്നും പത്രങ്ങളിലില്ല. ചാനലുകളിലും പ്രധാന ചർച്ച ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ 2 പ്രോഡക്റ്റുകൾ മാത്രമാണ്. ഒരു വലിയ വിപ്ലവം മാർക്കറ്റിൽ ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എനിക്കറിയാം നീലും സിയും തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്നും നീ അത് മോണിറ്റർ ചെയ്യുന്നു അറിയാം. എന്താ അതിന്റെ വിശേഷങ്ങൾ? അങ്ങനെ ഹാൻസൺ ചോദിച്ചതും ഡയാന അവൾക്ക് നീലിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും നീലും സിയും തമ്മിലുള്ള ബന്ധങ്ങളും സിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നീല് എത്തിയപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ ഹാൻസന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അത് കേട്ടതും ഹാൻസൺ ഡയാനോട് പറഞ്ഞു, ഞാനും നീലിനെ കുറിച്ച് ഒന്ന് തിരക്കിയിരുന്നു. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അവന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ആ നിമിഷം മുതൽ അവൻ തികച്ചും അജ്ഞാതവാസത്തിലാണ്. ഇപ്പോഴാണല്ലോ അവൻ തിരിച്ചെത്തിയത്. ഞാൻ ആലോചിച്ചത് അവന് വല്ല ബാക്കിംഗ് ഉണ്ടോ എന്നാണ്. ശരിക്കും അവനൊരു മാർഷൽ ആർട്സ് കുടുംബത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സിയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റിയനെ. ഹാൻസൺ പറഞ്ഞ ആ വാചകം കേട്ടതും ഡയാന ഹാൻസനോട് പറഞ്ഞു, ഞാനും അതാ ആലോചിക്കുന്നത്. നീലാണ് നമ്മുടെ മോക്ക് പറ്റിയ ആള്. ഡയാന, എനിക്കും അതറിയാം, അവന് നല്ല ജോഡിയുമാണ്. പക്ഷേ നീല് എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും അവൻ ഒറ്റയാളല്ലേ. ഒറ്റയ്ക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാനാവില്ല. അവനൊരു ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ വലിയ സംഭവമൊക്കെ ആക്കാൻ അവന്റെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ് വഴി പറ്റിയേക്കും. പക്ഷെ എന്നും ഒരേ പ്രോഡക്റ്റ് വഴി മാർക്കറ്റിൽ രാജാവായി നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുമാത്രമല്ല, ശക്തരായ മാർഷൽ ആർട്സ് കുടുംബങ്ങൾ അവന്റെ കമ്പനിയെ നോട്ടമിട്ടാൽ അവന്റെ കാര്യം പോക്കാണ്. അതുമാത്രമല്ല, സിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അവൻ ക്വിൻ കുടുംബത്തെ പിണക്കിയിരിക്കുകയാണ്. അവൻ കാരണമാണ് ആ ക്വിൻ ചെമ്പർലൻ കൊല്ലപ്പെട്ടത്. അതെന്തായാലും ക്വിൻ കുടുംബം അറിഞ്ഞിട്ടുണ്ടാവും. അവരാരും സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ വിഷയത്തിൽ ഇടപെടാത്തത്. അവരെത്തിക്കഴിഞ്ഞാൽ അവര് നീലിനെ നോട്ടമിടും. എത്ര ജീനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പത്തിലെ കൊല്ലപ്പെടാനാണ് അവന്റെ വിധി. ഹാൻസൺ നീലിനെ കുറിച്ചുള്ള സകല ഇൻഫർമേഷനും കളക്ട് ചെയ്തിരിക്കുകയാണ്. ആ കളക്ഷൻ അടിസ്ഥാനത്തിലാണ് ഡയാനോട് അയാൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഡയാന പറഞ്ഞു, ഞാനും നീലിനെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി. അവനെ കുറിച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഡയാന, എന്ത് ബന്ധങ്ങൾ? അവനുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ബ്രൗൺ കുടുംബവുമായും അതുപോലെ ഇപ്പോൾ ഊ ഷിയാൻമിങ്ങുമായിട്ടൊക്കെയുള്ള ബന്ധമാണ്.
അതൊക്കെ വളരെ ചെറിയ രീതിയിൽ അവനെ സഹായിക്കത്തുള്ളൂ. ക്വിൻ കുടുംബം അവനെതിരെ തിരിഞ്ഞാൽ ഇവർക്ക് ആർക്കും തന്നെ അവനെ സംരക്ഷിക്കാൻ കഴിയില്ല. ക്വിൻ കുടുംബത്തിൽ ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. അതിശക്തരായ ആ യോദ്ധാക്കൾക്ക് മുന്നിൽ കുടുംബത്തിലെ ഷിയാൻമെങ്ങിനോ അതുപോലെ ബ്രൗൺ കുടുംബത്തിലെ ആ ജനറൽസിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹാൻസൺ സൂചിപ്പിക്കുന്നത്. ബ്രൗൺ കുടുംബത്തിൽ ഒരുപാട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ട്. ഒഫീഷ്യലായിട്ട് അവർക്ക് വേണമെങ്കിൽ നീലൊരു സംരക്ഷണം കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണ് ഹാൻസൺ ഉള്ളത്. അങ്ങനെ ഹാൻസൺ പറഞ്ഞതും ഡയാന ഹാൻസനോട് പറഞ്ഞു, അല്ല ഹാൻസൺ, ഈ കുടുംബം ചിലപ്പോൾ സഹായിച്ചാലോ? ഡയാന, ഷിയാൻമെങ് കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗം തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഷിയാൻമെങ് ഇപ്പോ നീലിന് ഒപ്പം നീലിന്റെ സെർവന്റായി നിൽക്കുകയാണെന്നുള്ള കഥ എല്ലാവരും പറയുന്നുണ്ട്. ആളുകളൊക്കെ ആ വാർത്ത ശരിക്കും അമ്പരപ്പൊടിയാണ് പ്രചരിപ്പിക്കുന്നത്. ഷിയാൻമെങ്ങിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും ആരെയും അനുസരിക്കാത്തവരാണ് ആ കുടുംബത്തിലെ ഷിയാൻ എന്ന് പറയുന്നത്. ആ ഷിയാൻ നീലിന്റെ സെർവന്റായി അവന്റെ വാല് പിടിച്ച് നടക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു ധാരണയുണ്ട്. ഷിയാൻമെങ് നീലിനെ എത്ര പ്രൊട്ടക്ട് ചെയ്താലും അവന്റെ കുടുംബം നീലിനൊപ്പം നിൽക്കില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ അവർ രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹലോ ഹാൻസൺ. ആ ശബ്ദം കേട്ടതും ഡയാനയും ഹാൻസനും ഒരുപോലെ ഞെട്ടി ചാടി എണീറ്റു. അത് ശരിക്കൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു. ആ ശബ്ദത്തോടുള്ള റിഫ്ലക്സ് ആക്ഷൻ. തീയിൽ നമ്മൾ കൈ തൊടുമ്പോൾ അറിയാതെ കൈ പിൻവലിക്കുമല്ലോ, അതുപോലെ ആ ശബ്ദം അവരെ എണീപ്പിച്ചാണെന്ന് പറയാം. ചാടി എണീറ്റവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മുറിയിലേക്ക് നല്ല പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ആളെ കണ്ടതും ഡയാനയും അതുപോലെ ഹാൻസനും ഒരുമിച്ച് തലകുനിച്ച് അവര് ആ ചെറുപ്പക്കാരനെ വണങ്ങുകയാണ്. അങ്ങനെ വണങ്ങിക്കൊണ്ട് തന്നെ അവർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, യങ് മാസ്റ്റർ ക്വിൻ, അങ്ങ് എപ്പോഴാണ് എത്തിയത്? ആ ചോദ്യത്തിന് മറുപടി പറയാതെ ആ ചെറുപ്പക്കാരൻ ഹാൻസനെയും ഡയാനയും കടന്ന് മുന്നോട്ട് പോയി ടേബിളിലിരിക്കുന്ന ആ ചായ നിറച്ചു വെച്ചിരിക്കുന്ന ആ ഫ്ലാസ്ക് എടുത്തിട്ട് അതിൽ നിന്ന് തൊട്ടടുത്തിരിക്കുന്ന കപ്പിലേക്ക് ചായ ഒഴിച്ചു. ആ ചായ ഒഴിക്കുന്ന സമയത്ത് അയാൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഡയാനയും ഹാൻസനും ശ്വാസം അടക്കി പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അവരും സംസാരിക്കുന്നില്ല. ചായ ആ കപ്പിലേക്ക് വീഴുന്ന ശബ്ദം മാത്രമാണ് ആ മുറി കേൾക്കുന്നത്. ആ കപ്പ് ഏകദേശം നിറഞ്ഞതും അയാൾ ആ ചായ കയ്യിലെടുത്തു. ആ ചായക്കപ്പിലേക്ക് അയാൾ നോക്കിയിട്ട് ചായക്കപ്പുമായി അയാൾ ഹാൻസനും ഡയാനയ്ക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, സിയ എവിടെ? യങ് മാസ്റ്റർ ക്വിൻ, സിയ ഇപ്പോ റിവർ സിറ്റിയിലാണ്. റിവർ സിറ്റിയിലോ? അവള് ഇവിടേക്ക് എന്നാ വരാത്തത്? യങ് മാസ്റ്റർ, ഇവിടെ ഇപ്പോ അവൾ വരേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ. അവൾക്ക് അവിടെ അവളുടെ കമ്പനിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം ജോലിയുണ്ട്. അത് കേട്ടപ്പോ ആ ചായ കുടിച്ചുകൊണ്ടുവന്ന ആ യങ് മാസ്റ്റർ ക്വിൻ ആ കപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു. ആ സമയത്താണ് മുകളിലത്തെ നിലയിൽ നിന്ന് പടിക്കെട്ടിറങ്ങി ഒരാള് താഴേക്ക് വരുന്നത്. ആ ആളുടെ ശബ്ദമാണ് താഴെ ആദ്യം കേട്ടത്. മോളെ, ആരാ വന്നേ? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹാൻസനും അതുപോലെ ഡയനും നോക്കുമ്പോൾ അവരെ കടന്ന് ഒരു കറുത്ത രൂപം പാഞ്ഞു പോകുമ്പോൾ ഒരു തോന്നലുണ്ടായി. ഒരു കാറ്റ് പോലെയാണ് ആ രൂപം അവരെ കടന്നുപോയത്. അവരെ കണ്ണു നേരെ ഒന്ന് തുറക്കുമ്പോഴേക്കും ആ രൂപം ആ പടിക്കെട്ടിൽ ആ സ്ത്രീയുടെ അടുത്തെത്തി കഴിഞ്ഞു. ആ സ്ത്രീയുടെ കഴുത്തിൽ ആ രൂപം പിടിച്ചിരിക്കുകയാണ്. കഴുത്തിൽ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ക്വിൻ റിച്ചാർഡ്സൺ ആണ്. ക്വിൻ കുടുംബത്തിലെ ഏറ്റവും ഇളവനായ ആ യങ് മാസ്റ്റർ. അയാള് ആ സ്ത്രീയെ കഴുത്തിൽ പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. ആ സ്ത്രീയെ നമ്മൾ അറിയും, അത് സിയുടെ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിയെ കഴുത്തിൽ പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ റിച്ചാർഡ്സിന്റെ ഇടത് കൈ ഇതിനിടയിൽ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഹാളിൽ ആ ടേബിളിനടുത്ത് നിൽക്കുന്ന ഹാൻസനും അതുപോലെ ഡയാനയും ആ രംഗം കണ്ട് ആ പടിക്കെട്ട് നേരെ ഓടി ചെല്ലുകയാണ്. അവര് ഓടി ആ പടിക്കെട്ടിനടുത്ത് എത്തിയിട്ട് പടിക്കെട്ട് ഓടി കയറുമ്പോൾ ഹാൻസനും ഡയാനയും ഒരുമിച്ച് ആ ചെറുപ്പക്കാരോട് പറയുകയാണ്, യങ് മാസ്റ്റർ ക്വിൻ, വേണ്ട വേണ്ട, അമ്മയെ ഒന്നും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിയുടെ അച്ഛനമ്മയും ആ പടികൾ കയറി മുകളിലെത്തുമ്പോൾ അവരുടെ ദേഹത്തേക്ക് ആ പ്രായമുള്ള സ്ത്രീയെ റിച്ചാർഡ്സൺ ഇട്ടുകൊടുക്കുകയാണ്. സിയുടെ അമ്മയുടെ കയ്യിലേക്ക് സിയുടെ ആ മുത്തശ്ശി അങ്ങനെ വീഴുമ്പോൾ അവർക്ക് അനക്കമില്ല. യങ് മാസ്റ്റർ, പേടിക്കണ്ട, അവര് മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോ ഈ വീട്ടിൽ സിക്ക് വരാൻ ഒരു കാരണമായാലും ഞെട്ടിപ്പിക്കുന്ന ആ ചോദ്യം ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ അവിടെ തോംസൺ റെസിഡൻസിയിൽ നീലും സിയും സോനയും കൂടി ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയും സോനയും ശരിക്കും ഒരു വല്ലാത്ത ലോകത്തിലാണ്. അവർ രണ്ടുപേരും മാഗ്നിഫിഷൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സിയ ധാരാളം ബിസിനസ് നേടിയിട്ടുണ്ട്. അതേ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് എന്ന നിലയിൽ സോനയും ബിസിനസ് എന്താണെന്ന് അറിഞ്ഞ ആളുകളാണ്. പക്ഷെ അവർ രണ്ടുപേരുടെയും സകല പ്രതീക്ഷകളെയും കടത്തി വെട്ടുന്ന
ഒരു വളർച്ചയാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അവർ രണ്ടുപേരും ആവേശത്തോടുകൂടി നീലിനോട് സംസാരിക്കുന്നത്. ആ രണ്ട് സുന്ദരികളും വളരെ ആവേശത്തോടെ സംസാരിക്കുമ്പോൾ നീൽ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീലിന്റെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് പണം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരുടെ ആ സംഭാഷണം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ നീലിന് ആ പണത്തോട് ഇപ്പൊ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പണം വേണ്ടെന്ന് വെച്ചാൽ വേണം. നീലിന് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ബിൽഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വേണം. ആ ആളുകളെ കൂടെ നിർത്താൻ പണം അനിവാര്യമാണ്. നീല് അങ്ങനെ ആലോചിക്കുമ്പോൾ സിയയ്ക്ക് ഒരു കോള് വന്നു. സിയുടെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടതും സിയ അവരുടെ അടുത്ത് എണീറ്റ് ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഫോൺ എടുത്തു. ഫോണിൽ സംസാരിക്കുന്ന സിയുടെ മുഖം വിളർന്നത് നീലും സോനയും കണ്ടു. സിയ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവരോടായി പറഞ്ഞു, ഞാനേ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞ സിയ അവളുടെ മുറിയിലേക്ക് കയറി ഏതാനും മിനിറ്റുകൾക്കകം ഡ്രസ് ചെയ്ത് പുറത്തിറങ്ങി. അതിവേഗം ആ പെൻ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അവള് നേരെ വണ്ണം നീലിനോടും സോനയോടും യാത്ര പറയാൻ പോലും നിന്നില്ല. സിയുടെ ആ ധൃതിയിലുള്ള പോക്ക് സ്വാഭാവികമായിട്ടും നീലിൽ ഒരു സംശയം ഉണ്ടാക്കി. നീല് തന്റെ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെത്തിയ നീൽ ഉടൻ വിളിച്ചത് ലിങ്ഡനെയാണ്. ഫോൺ കണക്ട് ആയതും നീല് ലിങ്ഡനോട് പറഞ്ഞു, ലിങ്ഡൻ, സിയ ഇപ്പോ ഇവിടെ നിന്ന് റൂട്ട് കുടുംബത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അവള് പെട്ടെന്ന് അവിടേക്ക് പോകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും. നീല് അത്രയും പറഞ്ഞ് ബാൽക്കണിയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ അകത്ത് സോനയ്ക്കൊരു കോള് വന്നു. അവള് ഫോണുമായി മറുവശത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. ഫോണിൽ അവൾ ആരോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് നീലിനെ ലിങ്ഡൻ തിരിച്ചു വിളിച്ചു. ഹാൾമാസ്റ്റർ, സിയുടെ ഗ്രാൻഡ് മദർ ഇപ്പോ ഹോസ്പിറ്റലാണ്. അവർ ഹോസ്പിറ്റലായിരുന്നു. എന്താ പ്രശ്നം? ഹാൾമാസ്റ്റർ, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവർ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങള് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കും. അങ്ങനെ പറഞ്ഞ നീല് തിരിച്ച് ഹാളിലേക്ക് വരുമ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് സോനയെ അവിടേക്ക് വന്നു. സോന നീലിനോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം. അങ്ങനെ സോന പറയുമ്പോൾ നീലും അതേ വാചകങ്ങളോട് പറയുന്നത്, എനിക്കൊരു കാര്യം. രണ്ടുപേരും ഒരേ വാചകമാണ് പറഞ്ഞെന്ന് കേട്ടതും രണ്ടുപേരും അറിയാതെ ചിരിച്ചു പോവുകയാണ്. ചിരിച്ചുകൊണ്ട് സോന നീലിനോട് പറഞ്ഞു, നീൽ എന്താന്ന് വെച്ചാൽ പറയൂ. സോന, ഞാനേ ജംഗിൾ സിറ്റിയിലേക്ക് പോയാലെന്ന് ആലോചിക്കുകയാണ്. ഹേയ് നീൽ, സിയ പോയപ്പോ സിയുടെ പുറകെ വെച്ച് പിടിക്കുകയാണല്ലേ. സിയെ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ പറ്റുന്നില്ലല്ലേ? ഹേയ്, അതുകൊണ്ടൊന്നും അല്ലടോ. എനിക്ക് അവിടെ ആ ജംഗിൾ സിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് ആളുകളൊക്കെ കാണാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നീൽ അത് പറഞ്ഞതും സോന നീലിനോട് പറഞ്ഞു, ഞാനും ഇതാണ് പറയാൻ വന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഷെൻഹാരി എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നമ്മുടെ ഈ ജിയാങ്മൻ പ്രൊവിൻസിലെ ബിസിനസ് റിവർ സിറ്റിയിൽ നിന്ന് മാനേജ് ചെയ്യാൻ പാടാണ്. നമുക്ക് വലിയൊരു ഓഫീസ് സ്റ്റേറ്റ് തലസ്ഥാനത്ത് തന്നെ വേണം. അതുകൊണ്ട് എന്നോട് ജിയാങ്മൻ സിറ്റിയിലേക്ക് തിരിക്കാനാണ് പ്രസിഡന്റ് ഷെൻഹാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീൽ, ഇപ്പോ നിനക്ക് മനസ്സിലായല്ലോ, നിന്നെ ഞാൻ വിടില്ലെന്ന്. നീ എവിടെ പോയാലും ഞാൻ കൂടെ കാണും. അത് കേട്ടപ്പോ നീലും അറിയാതെ ചിരിച്ചു പോവുകയാണ്. എന്തായാലും രണ്ടുപേരുടെയും പ്രവർത്തന മേഖല ജിയാങ്മൻ സിറ്റിയിലേക്ക് മാറുകയാണ് എന്ന യാഥാർത്ഥ്യം അവർ രണ്ടുപേരും സ്വയം തിരിച്ചറിയുകയാണ്. നീല് സോനോട് പറഞ്ഞു, സോന, ഞാൻ ഇന്ന് തന്നെ ജിയാങ്മൻ സിറ്റിയിലേക്ക് പോവുകയാണ്. നീ വരുമ്പോ ഞാനവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും 2 ദിവസം പിടിക്കും. ഇവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ ആളുകളെ ഏൽപ്പിക്കണം. അത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പ്രൊഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. അതും കൂടി ഉറപ്പാക്കിയതിന് ശേഷമേ ഞാൻ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ സോന ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് നീങ്ങി. നീല് അവന്റെ രഹസ്യ ചേംബറിലേക്ക് കടന്ന നീല് വീണ്ടും കൾട്ടിവേഷൻ ആരംഭിച്ചു. ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ നീല് ആ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെ 3ാമത്തെ ലെവലിന്റെ പാരമ്യത്തിൽ എത്താറായതും നീല് കൾട്ടിവേഷൻ മതിയാക്കി ജിയാങ്മൻ സിറ്റിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അവിടേക്ക് പോകുമ്പോൾ കരുതേണ്ട എല്ലാ സാധനങ്ങളും നീല് ആ തോംസൺ റെസിഡൻസിൽ നിന്ന് കൂടെ കരുതുകയാണ്. ആ കരുതുന്ന കൂട്ടത്തിൽ ഒരെണ്ണം ആ ആൽക്കമി സ്റ്റൗ ആണ്, കോൾഡർ. നീലിന് ആവശ്യമായ മെഡിസിനൽ പിൽസ്, അതുപോലെ ആർക്കെങ്കിലും അത്യാവശ്യത്തിന് മരുന്ന് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നീലിന് ആ സ്റ്റൗ കൂടിയേ തീരും. അത് നീലിന്റെ ഒരു പാർട്ടായി മാറുകയാണ്. സിൽവർ നീഡിലുകളും അനുബന്ധ സംവിധാനങ്ങളും അതുപോലെ നീലിന് വേണ്ട കുറേയേറെ ഏർപ്പാടുകളുണ്ട്. അതെല്ലാമായി താഴെ എത്തുമ്പോൾ അവിടെ സ്റ്റീവ് കാത്തു നിൽക്കുകയാണ്. നീൽ നേരത്തെ തന്നെ സ്റ്റീവിനോട് ജിയാങ്മൻ സിറ്റിയിലേക്കാണ് യാത്ര എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അയാളും റെഡിയായി നിൽക്കുകയാണ്. അവരുടെ വാഹനം ആ റിവർ സിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് തലസ്ഥാനമായ ജിയാങ്മൻ സിറ്റിയിലേക്ക് തിരിച്ചു. ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയ്ക്കൊപ്പം ആ സ്റ്റേറ്റ് തലസ്ഥാനത്ത് വന്ന ഓർമ്മ അവിടേക്ക് കാറിൽ എങ്ങനെ പോകുമ്പോൾ നീലിന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അതൊരു പ്രത്യേക കാലമായിരുന്നു. അന്ന് ഒന്നിനെക്കുറിച്ചും നീലിന് ബോധപ്പെടാവേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. അവന്റെ പിതാവ് ഗ്രീവ്സ് കുടുംബത്തിലെ ആർതർ ഗ്രീ നല്ലൊരു സംരംഭകനായിരുന്നു. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് അദ്ദേഹം കെട്ടി ഉയർത്തിയത്.
അന്ന് അച്ഛൻ ആ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതൊക്കെ നീൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നീല് ആ വാഹനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ ജിയാങ് സിറ്റിയിൽ എത്തിയത് നീല് അറിഞ്ഞതേ ഇല്ലെന്ന് പറയാം. ജിയാങ് സിറ്റിയിൽ എവിടെയാണ് അവർ ചെല്ലേണ്ടെന്നുള്ള കാര്യം ലിങ്ഡൺ നേരത്തെ തന്നെ നീലോട് പറഞ്ഞിട്ടുണ്ട്. ലിങ്ഡന്റെ ആസ്ഥാനം ജിയാങ് സിറ്റിയാണ്. ലിങ്ഡൺ നീലിനെ സ്വീകരിക്കാനായി റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നീല് ലിങ്ഡനോട് അത് വേണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. ലിങ്ഡൺ നീലിന്റെ ഒരു രഹസ്യ ഫോഴ്സാണ്. ലിങ്ഡനൊപ്പം ഒരുപാട് ആളുകളുണ്ട്. ആ ഫോഴ്സ് നീലുമായി കണക്റ്റഡ് ആണെന്നുള്ള കാര്യം പുറത്ത് അറിയിക്കാനുള്ള സമയമായിട്ടില്ല എന്നൊരു തോന്നൽ നീലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീല് എപ്പോഴും ലിങ്ഡനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു നിർത്തുന്നത്. ലിങ്ഡനെ ജിയാങ് സിറ്റിയിൽ എല്ലാവരും അറിയും. ലിങ്ഡനും ലിങ്ഡന്റെ പ്രസ്ഥാനവും അതിശക്തമാണെന്നുള്ളൊരു ധാരണ സകല ആളുകൾക്കുമുണ്ട്. ലിങ്ഡന്റെ ആസ്ഥാന മന്ദിരത്തിന് വിളിക്കുന്ന പേര് ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗ് എന്നാണ്. ആ ബിൽഡിങ്ങിൽ ഒരു ഡ്രാഗൺ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ഫീല് എല്ലാ ആളുകൾക്കും ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ സമയത്തൂടി ആളുകൾ വാഹനങ്ങളിലും നടന്നുമൊക്കെ കടന്നു പോകുമ്പോൾ അറിയാതെ അവരുടെ നോട്ടം ആ ബിൽഡിങ്ങിലേക്ക് വീഴും. ആ ബിൽഡിംഗ് ശരിക്കും ഒരു രഹസ്യം പോലെയാണ് നിൽക്കുന്നത്. ആ ബിൽഡിങ്ങിലാണ് സാക്ഷാൽ ലിങ്ഡൺ ഗ്രീ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ലിങ്ഡൺ ഗ്രീയെ ലേശം ഭയത്തോടെയാണ് ജിയാങ് സിറ്റിയിലെ ആളുകൾ വീക്ഷിക്കുക. അയാൾ ആരെയും കൊല്ലുന്നതായിട്ടോ അയാൾ വഴി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായിട്ടോ ആർക്കും അറിയില്ലെങ്കിലും ഒരു ഭയം സകലർക്കും ലിങ്ഡൺ ഗ്രീയോടുണ്ട്. അങ്ങനെയുള്ള ലിങ്ഡൺ ഗ്രീ താനുമായി ഇപ്പൊ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി നീല് ബോധപൂർവം ഒരു വര അവർക്കിടയിൽ വരച്ചിരിക്കുകയാണ്. ലിങ്ഡനും ആ കാര്യം അറിയാം. ഹാൾ മാസ്റ്റർ നീൽ ഗ്രീക്ക് വേണ്ടി ലിങ്ഡൺ ഒരു വസതി ഒരുക്കിയിട്ടുണ്ട്. ആ വസതിയിലേക്കാണ് നീലിനെ കൊണ്ട് സ്റ്റീവ് എത്തിയത്. ആ വസതിയുടെ മുന്നിൽ വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് നീലും അതുപോലെ സ്റ്റീവ് പുറത്തിറങ്ങുമ്പോൾ സ്റ്റീവ് ശരിക്കും ആ വസതിയിലേക്ക് നോക്കി കണ്ണ് തള്ളി നിൽക്കുകയാണ്. നീല് ഡ്രാഗൺ സോളിലെ ചീഫ് ട്രെയിനർ ആണെന്നുള്ള കാര്യം സ്റ്റീവിന് അറിയാം. ആ ചീഫ് ട്രെയിനർക്ക് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വാഹനമാണ് യഥാർത്ഥത്തിൽ സ്റ്റീവ് ഇപ്പോൾ ഓടിക്കുന്നത്. നീലിന് തോംസൺ റെസിഡൻസിയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ള കാര്യവും സ്റ്റീവിന് അറിയാം. ചീഫ് ഇൻസ്ട്രക്ടർ ആകുമ്പോൾ തോംസൺ റെസിഡൻസിയിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള കാശൊക്കെ കാണുമെന്നുള്ള ഒരു ധാരണയിൽ അവൻ അത് വലിയ കാര്യത്തിൽ കണ്ടിരുന്നില്ല. പക്ഷെ തോംസൺ റെസിഡൻസിയിൽ നീല് താമസിക്കുന്നത് ഏറ്റവും മുകളിലത്തെ പെന്റ് ഹൗസിലാണെന്നുള്ള കാര്യം സ്റ്റീവിന് അറിവുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോ ഇവിടെ ഈ ജിയാങ് സിറ്റിയിൽ അവൻ കാണുന്നത് ഒരു അടിപൊളി വില്ലയാണ്. ആ വില്ലയുടെ മുന്നിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ലിറ്റിൽ മൂൺ വില്ല. മനോഹരമായ ആ വില്ല കണ്ട് അവനങ്ങനെ വാപൊളിച്ച് നിൽക്കുമ്പോൾ സ്റ്റീവിനോടായി നീല് പറഞ്ഞു, സ്റ്റീവ് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നീ പൊയ്ക്കോ. അല്ല മിസ്റ്റർ ഗ്രീ, ഞാൻ കൂടെ നിൽക്കാം. അത് വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. അവിടെ ആ ലിറ്റിൽ മൂൺ വില്ലയിൽ കൂടി സ്റ്റീവിനെ താമസിപ്പിക്കാൻ എന്തുകൊണ്ടോ നീലിന് ഒരു മടിയുണ്ട്. നീലിനെ കാണാൻ വരുന്ന ആളുകൾ പല ടൈപ്പിലുള്ള ആളുകളായിരിക്കും. ആ ആളുകളെ നീൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടാകുന്നത് നീലിന് ഇഷ്ടമുള്ള കാര്യമില്ല. അത് മാത്രമല്ല നീലിന്റെ ആ വീട്ടിലേക്ക് ഉറപ്പായും സോനയും പിന്നീട് സിയും എത്തും. ആ പെണ്ണുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഒരു അപരിചിതനായ വ്യക്തി എന്തായാലും വേണ്ട എന്നുള്ള നീലിന്റെ തീരുമാനമാണ് നീൽ അവിടെ നടപ്പിലാക്കുന്നത്. സ്റ്റീവ് വിഷമിച്ചിരിക്കുന്ന കണ്ടതും നീല് സ്റ്റീവിനോട് പറഞ്ഞു, ഏയ് സ്റ്റീവ്, നീ അടുത്തെവിടെയെങ്കിലും ഒരു താമസ സ്ഥലം സംഘടിപ്പിക്കും. അത് കേട്ടപ്പോൾ സ്റ്റീവിന് സന്തോഷമായി. നീല് റിവർ സിറ്റിയിലേക്ക് തന്നെ മടക്കി അയക്കാൻ പോവുകയാണോ എന്നൊരു സംശയം സ്റ്റീവിന് ഉണ്ടായിരുന്നു. ആ സംശയം എന്തായാലും മാറി. സ്റ്റീവ് നീല് പറഞ്ഞതനുസരിച്ച് ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കാനായി അന്വേഷണം ആരംഭിച്ചപ്പോൾ നീല് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാമായി വീട്ടിനകത്തേക്ക് കയറി. മനോഹരമായ ഒരു വില്ല തന്നെയാണ് ലിങ്ഡൺ ഗ്രീ നീലിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിങ്ഡന്റെ ഹാൾ മാസ്റ്ററാണ് നീൽ ഗ്രീ. ഹാൾ മാസ്റ്റർക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന് ലിങ്ഡന് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ചും ഹാൾ മാസ്റ്റർ നീൽ എത്തിയിരിക്കുന്നത് ലിങ്ഡന്റെ താവളത്തിലേക്കാണ്, ലിങ്ഡന്റെ സ്വന്തം ബേസിലേക്കാണ്. ഇവിടെ ലിങ്ഡന് ഹാൾ മാസ്റ്റർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഒരുക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെയാണ് മനോഹരമായ ആ വില്ല ലിങ്ഡൺ നീലിന് വേണ്ടി തിരഞ്ഞെടുത്തത്. നീലിന് ആ വില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വില്ല. നീലിന് പ്രാക്ടീസ് ചെയ്യാനുള്ള കൾട്ടിവേഷൻ റൂമും ശാന്തമായി ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഗാർഡനും ഒക്കെയുള്ള മനോഹരമായൊരു വില്ല. നല്ല കിച്ചണും അനുബന്ധ സംവിധാനങ്ങളും ഉണ്ട്, ധാരാളം മുറികളുമുണ്ട്. എന്തുകൊണ്ടും നീലിന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു പശ്ചാത്തലം ആ വീടിനുണ്ട്. നീല് ആ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് കാണുമ്പോൾ നീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ വിളിച്ചത് ഊ ഷിയാൻമിങ് ആണ്. ഏയ് എന്താ മിസ്റ്റർ ഗ്രീ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഏയ് ഓ എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാനിവിടെ ജിയാങ് സിറ്റിയിലുണ്ട്. ഹായ് മിസ്റ്റർ ഗ്രീ, താങ്കള് ജിയാങ് സിറ്റിയിലുണ്ടോ? അതെന്തായാലും നന്നായി. ഞാനേ എന്റെ പിതാവിനോട് മിസ്റ്റർ ഗ്രീയെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അദ്ദേഹത്തിന് മിസ്റ്റർ ഗ്രീയെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
മിസ്റ്റർ ഗ്രീക്ക് എപ്പോഴാണ് സമയം ഉണ്ടാവുക? ഓ, അതിനിപ്പോ വേറെ സമയമൊന്നും നോക്കണ്ട, അഡ്രസ്സ് എനിക്ക് അയക്ക്, ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്താം. അങ്ങനെ പറഞ്ഞ് നീലങ്ങ് ഫോൺ കട്ട് ചെയ്തു. ഏതാനും സെക്കൻഡുകൾക്കകം കുടുംബത്തിന്റെ അഡ്രസ്സ് നീലിന്റെ ഫോണിലേക്ക് വന്നു. നീൽ ഉടൻ തന്നെ സ്റ്റീവിനെ വിളിച്ചു. സ്റ്റീവുമായി നീലിന്റെ വാഹനം കുടുംബത്തിലേക്ക് തിരിച്ചു. എത്രയെങ്കിലും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു മാർഷൽ ആർട്സ് കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. കുടുംബം പണ്ട് ഈ ജേനൻ പ്രൊവിൻസിലെ ഏറ്റവും ശക്തമായ മാർഷൽ ആർട്സ് കുടുംബമായിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ അവരുടെ ശക്തി ഒന്ന് ക്ഷയിച്ചിട്ടുണ്ട്. എങ്കിലും കുടുംബത്തിന്റെ ആസ്തിയും അവരുടെ സ്ഥലമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. സ്ട്രെങ്തിൽ, അവരുടെ പേഴ്സണൽ സ്ട്രെങ്തിൽ മാത്രമാണ് കുറവുണ്ടായിരിക്കുന്നത്. അവർ പിന്നെ ബിസിനസ് ആക്ടിവിറ്റീസിൽ അധികം താല്പര്യമില്ലാത്ത കക്ഷികളുമാണ്. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ടാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. ഈ കാര്യങ്ങളൊക്കെ കുടുംബത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് ഇതിനിടയിൽ നീല് പഠിക്കുകയും ചെയ്തു. നീലും സ്റ്റീവും കൂടി കുടുംബത്തിന്റെ ആ കോമ്പൗണ്ടിന്റെ ഭാഗത്തെത്തുമ്പോൾ വിശാലമായ ആ കോമ്പൗണ്ടിൽ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഗേറ്റിന് മുമ്പിൽ ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. ഗേറ്റിന് മുന്നിലുള്ള ആ ഗേറ്റ് കീപ്പേഴ്സ് വാഹനം തടുത്തു നിർത്തി. നീല് പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. വാഹനം തടുത്തു നിർത്തിയ ആ ഗാർഡുകൾ വാഹനം ഓടിക്കുന്ന സ്റ്റീവിനോട് ചോദിച്ചു, അകത്തേക്ക് പോകാൻ പെർമിഷൻ ഉണ്ടോ? അങ്ങനെ അയാൾ ചോദിച്ചതും സ്റ്റീവ് അയാളോട് പറഞ്ഞു, എനിക്ക് പെർമിഷന്റെ ആവശ്യമില്ല. ഒരുപാട് ഡ്രൈവർമാർ വാഹനവുമായി അവിടെ വരാറുണ്ട്. അവരാരും തന്നെ അത്തരത്തിലൊരു മറുപടി ആ കുടുംബത്തിന് മുന്നിൽ വന്നെന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ ആ മറുപടി കേട്ടപ്പോൾ ആ ഗാർഡിന് ലേശൊരു കൗതുകം. അയാള് സ്റ്റീവിന്റെ അടുത്തേക്ക് വന്നു. ഹേയ്, ഇയാൾ എന്താ വിചാരിച്ച? അനുവാദമില്ലാതെ കുടുംബത്തിനകത്ത് കയറാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ആ ഗാർഡ് ചോദിച്ചതും സ്റ്റീവ് ഒരു ID കാർഡ് എടുത്ത് അയാളെ കാണിച്ചു. ആ ID കാർഡ് കാണിച്ചുകൊണ്ട് സ്റ്റീവ് അയാളോട് പറഞ്ഞു, എനിക്ക് ഈ ഹക്സിയിൽ എവിടെ കയറാനും ഒരാളുടെയും അനുവാദം വേണ്ട. ഹക്സിയിലെ ആർമിയിലെ രഹസ്യ അന്വേഷണ വിഭാഗമാണ് ഡ്രാഗൺ സോൾ. ആ ഡ്രാഗൺ സോളിൽ കേണലാണ് യഥാർത്ഥത്തിൽ സ്റ്റീവ്. ആ ചിത്രവും തസ്തികയും കണ്ട ആ ഗാർഡ് ശരിക്കും ഭയന്നുപോയി. അയാൾ ഓടിച്ചെന്ന് കൂടെയുള്ള ആളോട് പറഞ്ഞു, ഗേറ്റ് ഉറക്ക്. അതിവേഗം ഗേറ്റ് ഉറക്കപ്പെടുകയാണ്. ശരിക്കും സ്റ്റീവിന്റെ ആക്ഷൻ പുറകിരിക്കുന്ന നീലിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വാഹനം ആ ഗേറ്റ് വഴി അകത്തേക്ക് കിടക്കുമ്പോൾ രണ്ട് ഗാർഡുകളും ഭയത്തോടെ സല്യൂട്ട് ചെയ്ത് നോക്കുന്നത് ആ വാഹനത്തിന്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണ്. ഡ്രൈവർ ഇതാണ് സംഭവമെങ്കിൽ അകത്തിരിക്കുന്ന ആള് എന്തായിരിക്കും? അവർക്ക് അകത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ചാരിയിരിക്കുന്നത് കാണാം. ഏതോ ഒരു വലിയ കിടിലൻ കക്ഷിയാണ് ആ വാഹനത്തിനകത്ത് ഇരിക്കുന്നതെന്ന് എന്തായാലും അവർക്ക് ഉറപ്പായി. ഡ്രാഗൺ സോളിന്റെ കേണൽ ഓടിക്കുന്ന വണ്ടിക്കകത്തിരിക്കുന്ന ആള് എന്തായാലും ആർമിക്കാരനായിരിക്കുമല്ലോ. ആർമിയിലെ മേജറോ ജനറലോ മറ്റോ ആയിരിക്കും അകത്തിരിക്കുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരന് പ്രായം വളരെ കുറവാണ്. ആ വാഹനം അകത്തേക്ക് പോയതും ആ രണ്ട് ഗാർഡുകളും ശരിക്കും അതായി ചർച്ച. ആ ചെറുപ്പക്കാരൻ ആരായിരിക്കും? അദ്ദേഹം മേജറോ ജനറലോ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം വളർന്നു വരുമ്പോൾ ഉള്ള അവസ്ഥ? അദ്ദേഹം ഹക്സിയിലെ സേനയുടെ തലപ്പത്തെത്തുമായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴേക്കും നീലിനെ കൊണ്ട് ആ വാഹനം കുടുംബത്തിന്റെ വസതിക്ക് മുന്നിലെത്തി. നീല് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സാക്ഷാൽ ഷിയാൻമെങ് അവിടേക്ക് ഓടിയെത്തി. ഷിയാൻമെങ് നീലിനെ കണ്ടതും തല കുമ്പിട്ട് വണങ്ങിയാണ്. മിസ്റ്റർ ഗ്രീ, സ്വാഗതം, കുടുംബത്തിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞ ഷിയാൻമെങ് നീലിനെ കൊണ്ട് നേരെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഷിയാൻ നീലിനോട് പറഞ്ഞു, അകത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് മിസ്റ്റർ ഗ്രീ. അവര് എന്നെ പോലെ അല്ല, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടരുതേ. ഷിയാൻമെങ് വളരെ വ്യക്തമായും നീലിന്റെ ആ പ്രകടനം കണ്ട വ്യക്തിയാണ്. അവിടെ ആ മാർഷൽ ആർട്സ് അവന്യൂവിൽ ആ സ്റ്റേജിൽ നീല് സാക്ഷാൽ യുവാൻ ഷുവാങ്ങിനെ വധിക്കുന്നതും അതിനുശേഷം കൈയൊന്ന് അനക്കിയപ്പോൾ ആ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടതും ആ വാള് വായിലൂടെ പാഞ്ഞ് ആ മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധമുള്ള നിരീക്ഷകന്റെ തല അറുക്കുന്നതൊക്കെ അയാള് വ്യക്തമായി കണ്ട കക്ഷിയാണ്. നീല് ഒറ്റ ചവിട്ടിന് ആ സ്റ്റേജ് പൊളിച്ചതും ഷിയാൻമെങ്ങിന്റെ മനസ്സിൽ ഒരു ചലച്ചിത്രം പോലെ അങ്ങനെ നിപ്പുണ്ട്. ഈ ഭൂമിയിൽ വേറെ ആർക്കെങ്കിലും അത് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് ഷിയാൻമെങ്ങിന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുടുംബത്തിലെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീലിന്റെ എതിരാളികളായി മാറിയാൽ പിന്നെ ഈ കുടുംബം ഭൂമിയിൽ ഉണ്ടാകില്ല. ആ കാര്യം ഷിയാൻമെങ്ങിന് അറിയാം. അതിൻ്റെതായ ഒരു പേടി സ്വാഭാവികമായും ഷിയാനുണ്ട്. അതുകൊണ്ടാണ് ഷിയാൻ തുടക്കത്തിലെ നീലിനെ ഒന്ന് സോപ്പിട്ട് സംസാരിച്ചത്. നീലും ഷിയാൻമെങ്ങും കൂടി അവിടെ ആ പ്രധാന ഹാളിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറെ ആളുകൾ ഒരു കോൺഫറൻസ് ടേബിളിന് ചുറ്റുമായി ഇരിക്കുകയാണ്. അതിന്റെ ഏറ്റവും മുൻപിൽ ആ ടേബിളിനെ ഫേസ് ചെയ്തിരിക്കുന്ന ആള് നീല് അങ്ങോട്ട് നടന്നു വരുന്നത് കൃത്യമായി കണ്ടു. നീലിനെ കണ്ടതും അയാൾ ഉറക്കെ ചോദിച്ചു,
നീയാണല്ലേ നീൽഗിരി? ആ ചോദ്യത്തിന് മറുപടി പറയാതെ നീല് മുന്നോട്ട് നടന്നു. നീല് ആ ചോദ്യത്തിന് മറുപടി പറയാത്തത് സ്വാഭാവികമായും അവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. ഒരാള് ചാടി എണീറ്റു. ഏയ്, നീ എന്ത് ധിക്കാരമാണ് കാണിച്ചത്? ഈ കുടുംബത്തിന്റെ ഫാമിലി ഹെഡ് ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? അത് കേട്ടതും നീല് അയാളോട് പറഞ്ഞു, ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നുണ്ടെങ്കിലല്ലേ മറുപടി പറയേണ്ടതുള്ളൂ. ഞാൻ ആരാണെന്നും ഞാനാണ് ഇവിടേക്ക് വരുന്നതെന്നും കൃത്യമായി അറിഞ്ഞു വെച്ചിട്ട് ആ ചോദ്യം എന്നോട് ചോദിച്ചത് ശുദ്ധ അസംബന്ധമാണ്. ആ ഹാളിന് മുഴുവൻ നിശബ്ദരാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നീലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പല ആളുകളും ഈ ശൈലിയിൽ സംസാരിക്കാറുണ്ട്. ആളാരെന്ന് അറിയാമെങ്കിലും ചുമ്മാ അങ്ങ് ചോദിക്കും, ഏയ് നീ അതല്ലേ ഇതല്ലേ. ആളാരാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് ആ ചോദ്യം ചോദിക്കുന്നത്. അതേ ചോദ്യം ഇവിടെ തന്നോട് വേണ്ടെന്നാണ് നീല് സൂചിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞ നീല് തന്നെ നേരെ സംസാരിച്ച വ്യക്തിയോടായി പറഞ്ഞു, ഈ വിരല് ചൂണ്ടിയുള്ള എന്നോടുള്ള ഈ സംഭാഷണം ആവർത്തിക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ ചിലപ്പോ നിനക്കിതിന്റെ കൈ നഷ്ടമായേക്കും. കുടുംബം ഈ ജിയാങ് സിറ്റിയിലെ ഏറ്റവും പ്രമുഖ കുടുംബങ്ങളിൽ ഒന്നാണ്. മാർഷൽ ആർട്സിലാണ് അവരുടെ സകല കപ്പാസിറ്റി ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സൂപ്പർ ഫൈറ്റേഴ്സ് ആണെന്നാണ്. ആ സൂപ്പർ ഫൈറ്റേഴ്സിന്റെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ആ വാചകം സ്വാഭാവികമായിട്ടും അവിടെ വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കി. നീലോട് സംസാരിച്ച വ്യക്തി ദേഷ്യപ്പെട്ട് നീലോട് പറഞ്ഞു, ഏയ്, ഞാൻ ഈ കുടുംബത്തിലെ റിയാൻ ഫെങ് ആണ്. എന്നോട് ഈ കുടുംബത്തിൽ വെച്ച് ഈ ശൈലിയിൽ സംസാരിക്കാൻ നിന്നെ ആരാ അനുവദിച്ചത്? അങ്ങനെ റിയാൻ പറഞ്ഞതും അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഷിയാൻമെങ് അയാളോട് പറഞ്ഞു, ഓൾമോസ്റ്റ് റിയാൻ, പ്ലീസ് ദയവായി പ്രശ്നം ഉണ്ടാക്കരുത്. മിസ്റ്റർ ഗ്രീ അങ്ങനെയാണ്. മിസ്റ്റർ ഗ്രീയോട് നമ്മളെ കുറിച്ച് ബഹുമാനത്തോട് നിന്നില്ലെങ്കിൽ അത് വിഷയമാവും. ശബ്ദം താഴ്ത്തിയാണ് ഷിയാൻ അവന്റെ ബന്ധു കൂടിയായ റിയാനോട് ആ ഡയലോഗ് പറഞ്ഞത്. റിയാന്റെ ജ്യേഷ്ഠനാണ് ശരിക്കും ഫാമിലി ഹെഡ് കിയാൻമെങ്. കിയാൻമെങ് നീൽ അകത്തേക്ക് വന്ന ആ നിമിഷം മുതൽ നീലിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഷിയാൻമെങ് റിയാനെ തണുപ്പിക്കാൻ ശ്രമിച്ചപ്പോ റിയാൻ ഷിയാനോട് തട്ടിക്കറി, ഷിയാൻ, നീ ഇത്ര അധപ്പതിക്കുമെന്ന് ഞാൻ തീരെ ധരിച്ചിരുന്നില്ല. നിനക്കൊരു നട്ടലുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഈ കൊച്ചു ചെറുക്കന്റെ വാലാട്ടിയായി ഒരു പട്ടിയെ പോലെ നടക്കാൻ നിനക്ക് നാണമില്ലേ? നീ ഈ കുടുംബത്തിലെ അംഗമാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഷിയാമെങ്ങിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് റിയാൻ അങ്ങനെ പറഞ്ഞതും ഷിയാൻ റിയാനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ റിയാൻ, അധികം വിളച്ചിൽ വേണ്ട. യങ് മാസ്റ്റർ ഗ്രീക്കെതിരായിട്ട് താങ്കൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല. ഏയ്, നീ എന്താ പറഞ്ഞ? നീ എന്നോട് തല്ലുണ്ടാക്കാൻ വരുമെന്നോ? അതും ഈ കൊച്ചു ചെറുക്കിന് വേണ്ടി? ഓൾഡ് മാസ്റ്റർ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിയാൻ റിയാന് നേരെ ശരിക്കും ഫോഴ്സ്ഫുൾ ആയിട്ട് ഇടപെടാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ അവിടെയുള്ള മേശപ്പുറത്ത് അതിശക്തമായി കിയാൻമെങ് ആഞ്ഞൊന്ന് അടിച്ചു. ശരിക്കും ആ അടിയും അയാളുടെ ഡയലോഗും പെട്ടെന്ന് ആ അന്തരീക്ഷം അങ്ങ് ശാന്തമാക്കി. ആ അന്തരീക്ഷം ശാന്തമായ ആ നിമിഷത്തിൽ അയാള് നീലിന് നേരെ തിരിഞ്ഞു. നീലിന് നേരെ അയാളുടെ നോട്ടം തിരിഞ്ഞ ആ നിമിഷത്തിൽ അയാളുടെ ഇന്റേണൽ എനർജി ശരിക്കും ഒരു ഓളം പോലെ അയാളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അയാളുടെ ഡാൻറ്റിയൻ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന ഇന്റേണൽ ഊർജത്തെ അയാളുടെ ബോഡിയിൽ നിന്ന് പതുക്കെ തരംഗങ്ങളാക്കി നീലിന്റെ അടുത്തേക്ക് അങ്ങനെ അയക്കുമ്പോൾ അതിവേഗതയിൽ അത് ഒരു പ്രഷർ അവിടെ ഉണ്ടാക്കുകയാണ്. ശരിക്കും ആ പ്രഷർ നീലിന്റെ പുറത്ത് അതിശക്തമായി പ്രസ് ചെയ്യത്തക്ക ശൈലിയില വരുന്നത്. ആ പ്രഷർ നീലിന്റെ തലയ്ക്ക് മുകളിൽ കേന്ദ്രീകരിക്കത്തക്ക ശൈലിയില അയക്കുന്നത്. ശരിക്കും അയാൾക്ക് ആ ഊർജത്തെ ആ ശൈലിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീലിന്റെ അടുത്തേക്ക് ഓളം പോലെ ആ ഊർജം പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. വായു ഒന്ന് ചലിക്കുന്ന കാണാം. ശരിക്കും ആൾക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ് ഈ ഇന്റേണൽ ഊർജം എന്ന് പറയുന്നത്. ആ ഊർജം അങ്ങനെ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ വായുവിലുണ്ടാകുന്ന ചലനം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു അനക്കം വായുവിലുണ്ടായതായി സ്വാഭാവികമായിട്ടും ആ ടേബിളിന് ചുറ്റിരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്കൊക്കെ ആ പ്രഷർ അനുഭവപ്പെടുകയാണ്. സകലരും അവരുടെ ഓറ റിലീസ് ചെയ്ത് ആ പ്രഷറിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നീല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. നീല് വലത് കാല് മുന്നോട്ട് വെച്ചതും നീലിന്റെ ബോഡിയിൽ നിന്ന് ശക്തമായ ഒരു ഓറയുടെ അതിശക്തമായ പ്രസാരണം ഉണ്ടാവുകയാണ്. നീലിന്റെ ഇന്റേണൽ എനർജിയെ അവിടെ കിയാൻമെങ് ചെയ്ത അതേ ശൈലിയിൽ ഓളങ്ങളായി പുറത്തേക്ക് വിടുകയാണ്. നീലിന് ചുറ്റും പെട്ടെന്നൊരു വലയുണ്ടായി. ആ വലയം അനവധി വലയങ്ങളായി മാറുകയാണ്. ആ വലയം കിയാൻമെങ്ങിന്റെ ആ വലയത്തിലേക്ക് പതുക്കെ ഇടിക്കുമ്പോൾ കിയാൻമെങ്ങിന്റെ ആ
ഇന്റേണൽ എനർജി സൃഷ്ടിച്ച ആ വലയം പെട്ടെന്നാണ് പുറകോട്ട് തള്ളപ്പെട്ടത്. നിമിഷ നേരം കൊണ്ട് ആ വലയം പുറകോട്ട് തള്ളപ്പെട്ടപ്പോൾ നീലിന്റെ ആ വലയങ്ങൾ സൃഷ്ടിച്ച ശക്തമായ പ്രഷർ ചുറ്റുമുള്ള വായുവിനെ കൂടി പുറകോട്ട് തള്ളുകയാണ്. തൽഫലമായി ആ ടേബിളിന് മുകളിൽ ഉണ്ടായിരുന്ന എൻ്റെ സാധനങ്ങളും ഒരു കൊടുങ്കാറ്റടിച്ച് തെറിക്കുന്ന പോലെ കാറ്റത്ത് അങ്ങ് പറന്നു പോവുകയാണ്. കൂടെ ചുറ്റുമിരിക്കുന്ന ആ ആളുകളും അവരുടെ കസേരകളും. അതിശക്തമായ ഒരു കാറ്റ് ആ എൻ്റെ ടീമിനെയും എടുത്ത് എറിയിച്ചു എന്ന് പറയാം. തികച്ചും അസംഭവ്യമാണ് ആ രംഗം എന്ന് പറയുന്നത്. പക്ഷെ കിയാൻ മെങ് തെറിക്കാതെ അവിടെ കാല് ചവിട്ടിയിരിക്കുകയാണ്. കിയാൻ മെങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ പെട്ടെന്ന് അയാളുടെ ഊർജ്ജം പിൻവലിച്ചു. സ്വാഭാവികമായിട്ടും നീലും, ഹേയ് നീൽഗ്രി, നീ ശരിക്കും ശക്തനാണെന്നുള്ള കാര്യം എനിക്കിത് ബോധ്യമായിരിക്കുകയാണ്. നീൽഗ്രി, നിന്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. നീൽ, നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ്. നീ ക്വീൻ കുടുംബത്തെ എതിരാക്കിയിരിക്കുകയാണ്. നീ ക്വീൻ കുടുംബത്തെ എതിരാക്കിയതിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ നീ അതിലേക്ക് ഈ കുടുംബത്തിലെ ഷിയാൻമിങ്ങിനെ കൂടി വലിച്ചിഴച്ചപ്പോൾ ക്വീൻ കുടുംബം ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് എതിരാവുകയാണ്. അത് ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. നിനക്ക് വേണ്ടി ഞങ്ങൾ ക്വീൻ കുടുംബത്തിന് എതിരാകാൻ ആഗ്രഹിക്കുന്നില്ല. നീൽ, നിനക്ക് ഞാനൊരു ഉപദേശം ഫ്രീ ആയിട്ട് തരാം. നീ ഇപ്പൊ തന്നെ ക്വീൻ കുടുംബത്തിലെ ആളുകളെ കണ്ട് മാപ്പ് പറഞ്ഞ് എങ്ങനെയും നിന്റെ തടി രക്ഷിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നീ എവിടെ ഒളിച്ചാലും നിന്നെ അവർ കണ്ടെത്തി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. കിയാൻ മെങ് അയാൾക്കറിയാവുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ നീലിനോട് അക്കാര്യം പറഞ്ഞതും നീല് കിയാൻ മെങ്ങിനോട് പറഞ്ഞു, കിയാൻ, കിയാൻ, നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വീൻ കുടുംബം എനിക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ അവന്മാരെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞ് നീലങ്ങി തിരിയുകയാണ്. അത് കണ്ടതും നേരത്തെ ഷിയാനോട് എതിരിട്ട ഷിയാന്റെ ബന്ധു കൂടിയായ റിയാൻ ചാടി എണീറ്റു. നീ ഞങ്ങളുടെ ഫാമിലി ഹെഡിനോട് ഈ ശൈലിയിലാ സംസാരിക്കുന്നത്? ഫാമിലി ഹെഡിന്റെ മുഖത്തേക്ക് കൊണ്ട് അതിന്റെ പേര് വിളിക്കൂ. റിയാൻ ശരിക്കും ദേഷ്യത്തിലാ അത് പറഞ്ഞത്. അത് കേട്ടതും നീല് റിയാനോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കൊരു വാർണിംഗ് നൽകാം. മേലാൽ എൻ്റെ വഴിക്ക് വരരുത്. അങ്ങനെ പറഞ്ഞ നീല് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും കിയാൻ ഉറക്കെ പറഞ്ഞു, നീൽ, ഒരു കാര്യം കൂടി കേട്ടോളൂ. നിന്നോട് സഹകരിച്ചു എന്ന കാരണത്താൽ ഞങ്ങള് ഈ ഷിയാൻമെങ്ങിനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഷിയാൻ, ഇന്നു മുതൽ നീ ഈ കുടുംബത്തിലെ ആരുമല്ല. നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്. ഷിയാൻമെങ്ങിനെ കുടുംബത്തിൽ നിന്ന് ഇതാ പുറത്താക്കിയിരിക്കുകയാണ്. ആ കുടുംബത്തിന്റെ ഹെഡ് കൂടിയായ അവന്റെ ബന്ധു കൂടിയായ കിയാൻമെങ് അങ്ങനെ പറഞ്ഞപ്പോ ഷിയാന് ശരിക്കൊരു വിഷമമുണ്ടായി. അവന്റെ കണ്ണ് ഒന്ന് നിറയുകയും ചെയ്തു. കിയാനെ ഒന്ന് നോക്കിയിട്ട് ഷിയാൻമെങ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്ക് യു, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അങ്ങ് മറന്നില്ല എന്ന് അറിയിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു. പിന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് മറ്റ് മാർഷൽ ആർട്സ് കുടുംബങ്ങൾ പോലെ നമ്മൾ വളരുന്നില്ല എന്ന്. എനിക്ക് ഇപ്പോൾ അതിന്റെ ഉത്തരം കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ പുറംകാല കൊണ്ട് അതിനെ തട്ടിക്കളയുന്നതാണ് നമുക്കുണ്ടായ പ്രശ്നം. ഇപ്പോൾ ഞാൻ മിസ് നീൽഗ്രി എന്ന അവസരത്തെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ മിസ് നീൽഗ്രിയുടെ വില മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. മിസ്റ്റർ കിയാൻ മെങ്, താങ്കൾ ഈ ഫാമിലി ഹെഡ് ആയിരുന്നുകൊണ്ട് ശരിക്കും ഈ കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ താങ്കളുടെ പ്രവൃത്തികൾ എല്ലാം ഇത്തരത്തിലായിരുന്നു. ഓപ്പർച്യൂണിറ്റികളെ താങ്കൾ തള്ളിക്കളഞ്ഞു. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഷിയാൻമെങ് നീലിനൊപ്പം നടന്നു നീങ്ങുകയാണ്. ഷിയാൻമെങ് മാപ്പ് പറയുമെന്നും അയാളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കരുതെന്ന് ആവശ്യപ്പെടുന്നൊക്കെയാണ് ഷിയാൻമെങ്ങിനെ പുറത്താക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിലും കിയാൻമെങ്ങിന്റെ മനസ്സിലുണ്ടായിരുന്നത്. കിയാൻമെങ്ങും അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഈ ഡയലോഗ് പലതവണ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഷിയാൻമെങ് മുട്ടുകുത്തുന്നതും മാപ്പ് പറയുന്നതും അവനെ ശിക്ഷ കൊടുത്ത് ആ കുടുംബത്തിൽ നിലനിർത്തുന്നൊക്കെ അവർ നേരത്തെ ആലോചിച്ച കാര്യമാണ്. ഇപ്പൊ ഇതാ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. അവര് നടന്നു പോകുന്ന ഷിയാൻമെങ്ങിനെയും നീലിനെയും അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഹാളിലേക്ക് ഒരാള് കടന്നു വരുന്നത്. ആ ആളെ കണ്ടതും ആ എൻ്റെ ടീമും ചാടി എണീറ്റ് ആ വാതിൽ നേരെ ഓടുകയാണ്. ആ ആൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ക്വീൻ കുടുംബം ഏതെങ്കിലും കാരണവശാൽ കുടുംബത്തെ എതിരാളികളായി കണ്ട് ആക്രമിക്കാൻ വന്നാൽ ശരിക്കും
ക്യൂൻ കുടുംബത്തിന്റെ ആ എതിർപ്പിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചു നിർത്താൻ അവർക്ക് ജിയാങ്മെൻ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സപ്പോർട്ട് വേണം. അവർക്ക് പ്രസിഡന്റ് ടാങ് ആവോയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവിടെ പ്രസിഡന്റ് പുറമെ കുറെ വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒരു വൈസ് പ്രസിഡന്റിനെ അവർ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. ആ വൈസ് പ്രസിഡന്റാണ് അവിടേക്ക് വന്നത്. ആ ആള് വിചാരിച്ചാൽ ക്യൂൻ കുടുംബത്തോട് ഒന്ന് സംസാരിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് കുടുംബത്തെ മാറ്റി നിർത്താൻ പറ്റും. ഷിയാൻമെങ് അയാളുടെ തന്നിഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. അതിനകത്ത് കുടുംബത്തിന് ഒരു ബന്ധവുമില്ല എന്ന കാര്യം ക്യൂൻ കുടുംബത്തെ ബോധ്യപ്പെടുത്താനാണ് അവർക്ക് ഈ മാർഷൽ ആർട്സ് അസോസിയേഷനിലെ വൈസ് പ്രസിഡന്റ് സേവനം ആവശ്യമുള്ളത്. അയാളെ സ്വീകരിക്കാനായി ഒരുപാട് സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് നീൽ വന്നത്. നീൽ ഇതാ തിരിച്ചു പോവുകയാണ്. പക്ഷെ അവർ പ്രതീക്ഷിച്ച കക്ഷി അകത്തേക്ക് വരുന്നു. അകത്തേക്ക് വന്ന ആ കക്ഷി കണ്ടതും സാക്ഷാൽ കിയാൻമെങ് ഓടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വൈസ് പ്രസിഡന്റ് സ്വാഗതം, സ്വാഗതം. അങ്ങനെ സ്വാഗതം സ്വാഗതം എന്ന് കിയാൻമെങ് പറയുമ്പോഴേക്കും ബാക്കി കുടുംബത്തിലെ ആളുകളൊക്കെ അയാളെ വണങ്ങുന്ന ആ സമയത്ത് അവിടെ ആ റൂമിലേക്ക് കടന്ന ആ വൈസ് പ്രസിഡന്റ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഷിയാൻമെങ്ങിനെ ഒപ്പമുള്ള ആ ചെറുപ്പക്കാരനെയും കണ്ടു. ആ ചെറുപ്പക്കാരനെ കണ്ടതും മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ വൈസ് പ്രസിഡന്റ് അറിയാതെ അങ്ങ് നിന്ന് പോവുകയാണ്. അയാള് സ്റ്റക്കായതുപോലെ നിന്നതാണ്. അയാളെ സ്വാഭാവികമായിട്ടും നീലും കണ്ടു. നീല് അയാളെ ഒന്ന് നോക്കിയതും ഒരു നിമിഷം സ്തംഭിച്ചു പോയ മനുഷ്യൻ ഓടി വന്ന് നീലിന്റെ മുന്നിൽ തല കുനിച്ച് മുട്ടുകുനിച്ച് നീലിനെ വണങ്ങുകയാണ്. മിസ്റ്റർ ഗ്രീ, അങ്ങെന്താ ഇവിടെ? ആ ചോദ്യത്തിന് മറുപടി പറയാതെ മിസ്റ്റർ ഗ്രീ എന്ന് വിളിക്കപ്പെട്ട നീല് ആ വാതിലൂടെ പുറത്തേക്ക് കടന്നു. നീലിന്റെ പുറകെ നടക്കുന്ന ഷിയാൻമെങ് ഈ കാഴ്ച കണ്ടു. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് മാനിൽ ഓയാണ് നീലിന് മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ വണങ്ങിയത്. മാർഷൽ ആർട്സ് അസോസിയേഷന് അനവധി വൈസ് പ്രസിഡന്റുമാരുണ്ട്. അത്തരത്തിലുള്ള ഒരു വൈസ് പ്രസിഡന്റാണ് നീലിന്റെ കൈയാൽ കൊല്ലപ്പെട്ട യുവാൻ ജിങ്ഫു. മറ്റൊരു വൈസ് പ്രസിഡന്റ് മാനിൽ വോ നീലിന് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് വണങ്ങുമ്പോൾ മൈൻഡ് ചെയ്യാതെ നീല് നടന്നു പോകുന്ന കാഴ്ച അകത്തുണ്ടായിരുന്ന കുടുംബത്തിലെ കിയാൻ മെങ് ഉൾപ്പെടെയുള്ള സകലരും കണ്ടു. അവരുടെയൊക്കെ തൊണ്ടയില് വെള്ളം വറ്റിപ്പോകുന്ന ഒരു രംഗമാണ് അവർ കണ്ടത്. ക്യൂൻ കുടുംബത്തോട് സംസാരിക്കാനായി ഇടത്തിൽ നിൽക്കാനായി അവര് ഒരുപാട് പണം മുടക്കി വിളിച്ചു വരുത്തിയ കക്ഷിയാണ് ജിയാങ്മെൻ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ മാനിൽ വോ. അതേ മാനിൽ വോ ഇതാ നീലിനെ കണ്ട് തല കുനിച്ച് ശരിക്കും ഒരു സെർവന്റിനെ പോലെ വണങ്ങുന്ന കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത്. നീല് കടന്നുപോയ ആ വഴിയിലേക്ക് തന്നെ നിർദ്ദംഭിഷനായി അല്പനേരം നോക്കി നിന്ന മാനിൽ വോ തിരിഞ്ഞ് ഹാളിലേക്ക് നടക്കുമ്പോൾ അയാള് കിയാൻ മെങ്ങിനെ കണ്ടു. കിയാൻ മെങ്ങിനോടായി അയാൾ ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണോ? വല്ലാത്തൊരു പ്രതീക്ഷയോട് കൂടിയാണ് ആ മനുഷ്യൻ ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ കിയാൻ മെങ്ങും അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അമ്പരന്ന് മാനിൽ വോയെ നോക്കിയാണ്. ശരിക്കും ഈ മീറ്റിംഗിൽ കിയാൻ മെങ്ങിന്റെ മകളും പങ്കെടുക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവളെ കൗതുകത്തോടെ നീലിനെ നോക്കുകയാണ്. ഷിനി എന്ന പേരുള്ള ആ പെൺകുട്ടി ഒരു അടിപൊളി മാർഷൽ ആർട്ടിസ്റ്റാണ്. നീല് ആ ഹാളിലേക്ക് വന്നത് മുതൽ പോയതുവരെയുള്ള രംഗങ്ങൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽപ്പുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇതാ മാനിൽ വോ മിസ്റ്റർ ഗ്രീ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. മിസ്റ്റർ ഗ്രീ, ആ സംബോധനയിൽ എല്ലാം ഉണ്ട്. ഒരുപാട് ബഹുമാനം മാനിൽ വോയുടെ ആ സംബോധനയിലുണ്ട്. അതിനേക്കാൾ ഏറെ അവർ ആ രംഗം കണ്ടിരുന്നു. മാനിൽ വോ ഒന്ന് തലകുനിച്ച് നീലിനെ വണങ്ങുന്നത്. ഷിയാൻമെങ്ങും നീലും പുറത്തെത്തി. കാറിലേക്ക് കയറാനായിട്ട് സ്റ്റീവിന്റെ കാറിനടുത്ത് നീൽ എത്തിയപ്പോൾ നീലിന്റെ തൊട്ടുപുറകെ ഷിയാൻമെങ് ഉണ്ട്. ഷിയാന്റെ നേരെ നോക്കി നീല് പറഞ്ഞു, ഷിയാൻ, നിങ്ങളിപ്പോ വീടിന് പുറത്തായിരിക്കുകയാണ്. ഭയമുണ്ടോ? മിസ്റ്റർ ഗ്രീ, എനിക്ക് ഒരു ഭയവുമില്ല. ഞാൻ അങ്ങേ ഫോളോ ചെയ്യല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഷിയാൻ കാറിൽ കയറിക്കൂ. അങ്ങനെ ഷിയാനെ കൊണ്ട് നീലും സ്റ്റീവും നേരെ എത്തിയത് ആ ലിറ്റിൽ മൂൺ വില്ലയിലേക്കാണ്. ആ ലിറ്റിൽ മൂൺ വില്ലയിലേക്ക് ഷിയാനുമായി എത്തിയ നീല് സ്റ്റീവിനെ വിട്ടതിന് ശേഷം ഷിയാനുമായി വീട്ടിനകത്തേക്ക് കടന്നു. അതിമനോഹരമായ ആ വില്ലയ്ക്കുള്ളിലേക്ക് കടന്ന ഷിയാൻ കൗതുകത്തോടെ ആ വില്ല നോക്കുമ്പോൾ നീല് ഷിയാനോട് പറഞ്ഞു, ഷിയാൻ ഇരിക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യും. അങ്ങനെ പറഞ്ഞ നീല് ഒരു പേപ്പറും പേനയും എടുത്ത് ചില കുറിപ്പുകൾ എഴുതി തുടങ്ങി. ആ കുറിപ്പ് എഴുതി തീർന്നതും നീല് ഷിയാനെ വിളിച്ച് ആ കുറിപ്പ് കൈമാറി. ഷിയാൻ, ഇനി മുതൽ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചവർ സാധനങ്ങളൊക്കെ അങ്ങ് കളഞ്ഞേക്കണം.
ഇനി മുതൽ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായും അടുത്ത 3 മാസം കൊണ്ട് ഇപ്പോ നീ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് 3 ലെവലെങ്കിലും മുന്നിലേക്ക് കയറും. നിന്റെ ശക്തി 3 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. ഊ ഷിയാൻമെങ്ങിനെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വാചകമാണ് നീല് ഇപ്പോ ഊ ഷിയാൻമെങ്ങിനോട് പറഞ്ഞത്. ഊ ഷിയാൻമെങ് നീലിന്റെ ശക്തി ആ മാർഷൽ ആർട്സ് അവനിയിൽ വെച്ച് നേരിൽ കണ്ട കക്ഷിയാണ്. നീലൊരു കൾട്ടിവേറ്റർ ആണെന്ന് ഏകദേശം ഒരു ധാരണ ഊ ഷിയാൻമെങ്ങിനുണ്ട്. നീല് എഴുതി കൊടുത്തിരിക്കുന്ന ആ കുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ അതുവരെ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മാർഷൽ ആർട്സ് ട്രെയിനിങ് മെക്കാനിസം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് നീല് പറഞ്ഞ വാചകവും അയാളുടെ മനസ്സിലുണ്ട്. ഒരു കൺഫ്യൂഷൻ അയാളുടെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായതും നീല് ഊ ഷിയാനോട് പറഞ്ഞു, ഊ ഷിയാൻ, നീ ശരിക്കും സ്മാർട്ടുമാണ്, ശക്തരുമാണ്. ഇപ്പോ നീ കൾട്ടിവേഷൻ മെക്കാനിസം അനുസരിച്ച് നോക്കിയാൽ സോൾ ഓപ്പണിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു 6th ലെവലിൽ നീ ഇപ്പോ എത്തിയിട്ടുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഉടൻ നീ 9th ലെവലിലെത്തും. 9th ലെവൽ ബ്രേക്ക് ചെയ്താൽ നീ കടക്കുന്നത് ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്കാണ്. ആ സ്റ്റേജിലേക്ക് നിനക്ക് എത്താൻ പറ്റിയാൽ പിന്നീട് ഊ കുടുംബത്തിനെ നിനക്ക് ഈസിയായി സംരക്ഷിക്കാൻ പറ്റും. അത് കേട്ടപ്പോ ഊ ഷിയാന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വരികയാണ്. അവന്റെ മുഖത്ത് സന്തോഷം അങ്ങനെ നിറഞ്ഞു വന്ന കണ്ടതും നീല് കുറച്ച് പിൽസ് ഒരു ജാറിൽ നിന്നെടുത്ത് ഊ ഷിയാന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരു മിഠായി ഭരണിക്കകത്തുനിന്ന് മിഠായി വാരി കൊടുക്കും പോലെ ഒരു പിടി നീല് വാരി ഷിയാന്റെ കയ്യിൽ വെക്കുകയായിരുന്നു. ആ കയ്യിലേക്ക് വെച്ച് ആ പിൽസിലേക്ക് നോക്കിയാൽ ഊ ഷിയാന്റെ കണ്ണു തള്ളി പോവുകയാണ്. ശരിക്കും ആ ഗുളികൾ ഉണ്ടാക്കിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല എന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള മെഡിസിനൽ പിൽസാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഓരോ പില്ലും ഓപ്പൺ മാർക്കറ്റിൽ വിറ്റാൽ എത്രയെങ്കിലും ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഗുളികളാണ്. മാർഷൽ ആർട്സ് മേഖലയിൽ നിൽക്കുന്ന സകല ആളുകളും വൻ തുക മുടക്കി ആ പിൽസ് വാങ്ങും. ആ ഗുളിക എന്താണെന്ന് ഒറ്റ നോട്ടത്ത് തന്നെ ഊ ഷിയാൻമെങ്ങിന് മനസ്സിലായിരിക്കുകയാണ്. ഊ ഷിയാൻമെങ്ങിന് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഗുളികളേക്ക് നോക്കി ഏകദേശം 20 എണ്ണമുണ്ട്. അങ്ങനെ അവന് തോന്നിയതും നീൽ അവനോട് പറഞ്ഞു, ഊ ഷിയാൻ, ഇത് 20 എണ്ണമുണ്ട്. ഈ പില്ലുകൾ 3 ദിവസത്തിലൊരിക്കൽ കഴിക്കണം. 60 ദിവസത്തേക്കുള്ള ഗുളികളാണ് ഞാൻ തന്നിരിക്കുന്നത്. ഈ 60 ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും വേണം. ഉറപ്പായും ഞാൻ പറഞ്ഞത് സംഭവിക്കും. നിന്റെ ശക്തി 3 മടങ്ങായി മാറും. നീലത് പറയുമ്പോൾ ഊ ഷിയാന്റെ കണ്ണ് നിറഞ്ഞു വരികയാണ്. അവൻ നീലിന്റെ സെർവന്റ് ആകാൻ തീരുമാനിച്ച് നീലിനൊപ്പം കൂടിയതാണ്. പക്ഷെ നീല് ഊ ഷിയാനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതാ കൾട്ടിവേഷൻ ടെക്നിക്കും അതുപോലെ മെഡിസിനൽ പിൽസും കൊടുത്തിരിക്കുകയാണ്. മിസ്റ്റർ ഗ്രീ, താങ്കൾ എന്തായി ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് ഊ ഷിയാൻ, നിങ്ങളെന്റെ സെർവന്റ് ഒന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്നോടൊപ്പം നിൽക്കാനുള്ള ആളുകളെയാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ ശക്തരാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കൊപ്പം ശക്തരാകണം. സാധാരണഗതിയിൽ ഒരു ലീഡറും പറയാത്തൊരു വാചകമാണ് ഇവിടെ നീൽഗിരി പറഞ്ഞത്. എപ്പോഴും ഏതൊരു ലീഡറും ആഗ്രഹിക്കുക അയാളെക്കാൾ താഴെ നിലയിൽ നിൽക്കുന്ന ആളുകൾ അയാൾക്ക് ചുറ്റും ഉണ്ടാകണമെന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നീൽഗിരി പറഞ്ഞത് നീലിനെ പോലെ ശക്തരായ ആളുകൾ നീലിനൊപ്പം ഉണ്ടാകണമെന്നാണ്. അത് കേട്ടതും അതുവരെ അടക്കി നിർത്തിയിരുന്ന ആ കണ്ണുനീർ ഊ ഷിയാൻമെങ്ങിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണു. അത് കണ്ട നീല് ഊ ഷിയാനോട് പറഞ്ഞു, ഊ ഷിയാൻ, നിനക്ക് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ കൾട്ടിവേഷൻ നീ പ്രാക്ടീസ് ചെയ്യുകയും ഈ ഗുളികൾ കഴിക്കുകയും അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് ക്രമീകരിക്കുകയും ചെയ്താൽ എനിക്ക് ഉറപ്പാണ് ഈ മേഖലയിൽ നിന്നെ വെല്ലാൻ വേറെ ആരും ഉണ്ടാവില്ല. അതിന്റെ ഗുണം എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്. അങ്ങനെ പറഞ്ഞ നീല് ഊ ഷിയാനോട് പറഞ്ഞു, ഊ ഷിയാൻ, ഇവിടെ നമ്മുടെ ഈ വീടിനെതിരെയായിട്ട് കുറച്ച് വില്ലകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഏതെങ്കിലും ഒരു വില്ല നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. ഊ ഷിയാൻ, ഒന്ന് തിരക്ക്, അതിൽ ഏതെങ്കിലും വില്ല വാടകയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്റെ താമസം അവിടെ ആക്കാം. നീലിന്റെ തൊട്ടടുത്ത് തന്നെ ഊ ഷിയാന് താമസിക്കാൻ ഒരു വസതി കിട്ടിയാൽ അതെന്തായാലും നല്ലതാണെന്ന് ഊ ഷിയാനും അറിയും. അതുകൂടി കേട്ടതും ഊ ഷിയാൻ നീലിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ നീൽഗിരി, ഇന്നു മുതൽ എന്റെ ജീവൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അയാൾ അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അയാൾ ഉദ്ദേശിക്കുന്നുവെന്ന് അയാളുടെ ആ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുന്നുണ്ട്. ശരിക്കും നീലിന്റെ ആ ഫൈറ്റിന് റഫറിയായി വന്ന ഊ ഷിയാൻമെങ് അക്ഷരാർത്ഥത്തിൽ നീലിന്റെ പാർട്ടായി മാറിയിരിക്കുകയാണ്. ഊ ഷിയാൻമെങ് പോയി കഴിഞ്ഞതും നീല് തന്റെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു, കൾട്ടിവേഷൻ. നീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സപ്ലിമെന്ററി മെക്കാനിസമാണ്. നീലിന്റെ ടാർഗറ്റ് ആ ക്യാപിറ്റൽ സിറ്റിയിലുള്ള മിസ്റ്റർ ലോങ് ആണ്. അയാള് അതിശക്തനാണ് എന്ന കാര്യത്തിൽ നീലിന് സംശയമൊന്നുമില്ല. ആ ആളെ നേരിടാൻ കഴിയുന്ന ശൈലിയിൽ താൻ കപ്പാസിറ്റി നേടേണ്ടതുണ്ട്. അതിനുവേണ്ടി കിട്ടാത്ത സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നീലിന്റെ ലൈൻ.
നീല് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് നീൽ ഉണ്ടാക്കിയ 2 പിൽസ് കഴിച്ചു. നേരത്തെ ഷിയാൻമിങ്ങിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നീലും ചെയ്യുന്നത്. കൃത്യമായ ഇന്റർവെല്ലുകളിൽ നീൽ ഉണ്ടാക്കുന്ന ആ മെഡിസിനൽ പിൽസ് കഴിച്ചാണ് ഈ സ്പിരിച്വൽ എനർജി ഇല്ലാത്ത മേഖലയിൽ സ്പിരിച്വൽ എനർജി നീല് സ്വയം സമ്പാദിക്കുന്നത്. ഇന്റേണൽ എനർജി ഉണ്ടെങ്കിലേ നീൽ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും നീലിന് നടത്തിയെടുക്കാൻ പറ്റും. ആ പിൽസ് കഴിച്ച് നീല് കൾട്ടിവേഷനിലേക്ക് കടന്നു. കൾട്ടിവേഷനിലേക്ക് നീല് കടക്കുമ്പോൾ നീല് കയ്യിലെടുത്തത് നീലിന്റെ ആ ബ്ലാക്ക് സ്റ്റോൺ ആണ്. ആ ബ്ലാക്ക് സ്റ്റോൺ നീല് കയ്യിലെടുത്തതും ആ ബ്ലാക്ക് സ്റ്റോൺ നീലിന്റെ കയ്യിൽ നിന്ന് പൊങ്ങി നീലിന്റെ തലയ്ക്ക് മുകളിൽ വന്നങ്ങനെ നിന്നു. അങ്ങനെ തലയ്ക്ക് മുകളിൽ നിന്ന ആ ബ്ലാക്ക് സ്റ്റോണിൽ നിന്ന് ഒരു പ്രകാശം നീലിന് ചുറ്റും വ്യാപിക്കുകയാണ്. ശരിക്കും അത് പ്രകാശമല്ല, അത് സ്പിരിച്വൽ എനർജിയാണ്. നേരത്തെ നീലിന് ആ ജിൻ കുടുംബത്തിലെ ജിൻസ് നൽകിയ ലോക്കറ്റിൽ നിന്ന് ആ സ്റ്റോണിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട അതേ സ്പിരിച്വൽ എനർജി ഇതാ നീലിന് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കുകയാണ്. ആ സ്പിരിച്വൽ എനർജിയിൽ നീല് കുളിച്ചു നിൽക്കുമ്പോൾ നീല് കഴിഞ്ഞ 8 വർഷം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് നീലിന് ലഭിച്ചിരുന്ന അതേ സ്പിരിച്വൽ എനർജി ഇതാ നീലിന് ലഭിക്കുകയാണ്. നീൽ ആ സ്പിരിച്വൽ എനർജി ബ്രീത്ത് ചെയ്ത് തുടങ്ങി. സ്പിരിച്വൽ എനർജി ബ്രീത്ത് ചെയ്തെടുക്കുന്ന നീലിന് ആ സ്പിരിച്വൽ എനർജിയെ അയാളുടെ ഡാൻഡിയൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ നിന്ന് ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് നീലിന്റെ കൈവശമുണ്ട്. 9 ഹെവൻ സൺ ടെക്നിക്ക് നീലിനെ പഠിപ്പിച്ചത് നീലിന്റെ മാസ്റ്ററാണ്. ആ ടെക്നിക്കിലൂടെ നീല് ആ സ്പിരിച്വൽ എനർജി അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീല ആ കൾട്ടിവേഷനിൽ അങ്ങനെ മുഴുകിയിരിക്കുക. ആ കൾട്ടിവേഷൻ അങ്ങനെ മുഴുകിയിരിക്കുന്ന നീല് ഒരു ശബ്ദം കേട്ട ഉണരുന്നത്. അയാളുടെ വീടിന്റെ വാതിലിൽ ആരോ തട്ടുകയാണ്. നീല് പെട്ടെന്ന് കൾട്ടിവേഷൻ നടത്തി. നീല് വാതിൽ തുറക്കുമ്പോൾ പുറത്ത് ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ ദേഹത്തൂടി ചോര ഒലിക്കുന്നുണ്ട്. അവര് നീലിനോട് പറഞ്ഞു, ബ്രദർ എന്നെ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാണ്. അത് കണ്ടത് നീല് പറഞ്ഞു, ഏയ് അതൊന്നും പറ്റില്ല, നിങ്ങൾ പോയി, ബ്രദർ എന്നെ സഹായിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ അവരുടെ പോക്കറ്റ് കൈയിട്ട് ഒരു മെഡിസിനൽ പില്ലെടുത്ത് നീലിന് നേരെ നീട്ടി. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുളികയാണ് അവരുടെ കയ്യിരിക്കുന്നത്. ആ ഗുളികയിലേക്ക് നോക്കിയ നീല് അവരോട് പറഞ്ഞു, പോയെ പോയെ. ആ ഗുളിക സാധാരണഗതിയിൽ ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ്. ആ സ്ത്രീ യഥാർത്ഥത്തിൽ നീലിന്റെ വസതിയിൽ വന്ന് മുട്ടാൻ ഒരു കാരണമുണ്ട്. അവരെ പിന്തുടരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുമ്പോഴാണ് ഈ വീട്ടിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം അവരുടെ ശ്രദ്ധയപ്പെടുന്നത്. മാർഷൽ ആർട്ടിസ്റ്റായ അവർക്ക് ആ സ്പിരിച്വൽ സാന്നിധ്യം വേഗം മനസ്സിലായിരുന്നു. ആ സ്പിരിച്വൽ എനർജി ഉള്ള വീട്ടിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും അവർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അവർ ഓടി വന്ന് ഈ ബിൽഡിങ്ങിന്റെ വാതിൽ മുട്ടിയത്. പക്ഷേ സ്പിരിച്വൽ എനർജി ഉള്ള ആ വീട്ടിലെ ആ ചെറുപ്പക്കാരൻ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ ആ സ്ത്രീക്ക് മനസ്സിലായെങ്കിലും അയാള് ആ ഗുളിക വേണ്ടെന്ന് പറഞ്ഞത് അവരെ ശരിക്കും അമ്പരപ്പിച്ചു. പെട്ടെന്ന് എന്തോ ആലോചിച്ച് അവർ പെട്ടെന്ന് അവരുടെ കോട്ടൊന്ന് പൊക്കി ഇടുപ്പിൽ അവർ തിരികെ വെച്ചിരുന്ന ഒരു കത്തി വലിച്ചൂരി നീലിന് കൊടുത്തു. ഇതൊന്നും എടുത്തിട്ട് എന്നെ എങ്ങനെ രക്ഷിക്കണം. ആ കത്തി നീല് കണ്ടു. ശരിക്കും അതൊരു വാളായിരുന്നു. ആ വാള് ഒടിഞ്ഞ് കത്തി പോലെ ആയിരിക്കുകയാണ്. അത് കണ്ട നീല് ആ സ്ത്രീയെ പെട്ടെന്ന് വലിച്ചകത്തേക്ക് കയറ്റി. നീലിന്റെ കൈവശം ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സ്പിരിച്വൽ സോഡാണ്. സ്പിരിച്വൽ എനർജി ഉള്ള ഒരു സോഡിന്റെ ഒടിഞ്ഞ ഒരു ഭാഗമാണ് നീലിന്റെ കൈവശം ഇരിക്കുന്നത്. ആ സ്ത്രീയോടായി നീല് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നേരെ വിളിക്കുമ്പോൾ സ്ഥലം വിട്ടോളാം. അങ്ങനെ പറഞ്ഞിട്ട് നീല് അവരെ നോക്കി അവരുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ആ മാസ്ക് ഒന്ന് ഇളക്കി. അവരുടെ മുഖത്തെ ഒരു കറുത്ത നിറത്തുള്ള മാസ്ക് കൊണ്ട് മൂടിയിരിക്കുകയാണ്. അവരോട് മാസ്ക് അടിക്കാൻ പറഞ്ഞതും ആ സ്ത്രീ നീലോട് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും നീല് അവരോട് പറഞ്ഞു, അത് ഒരു അഭ്യർത്ഥന അല്ല, ആജ്ഞയാണ്. അങ്ങനെ നീല് പറഞ്ഞിട്ട് കൈയൊന്ന് അനക്കിയതും അമ്പരപ്പിക്കുന്ന വേദിയിൽ അവർ മാസ്ക് അവരുടെ മുഖത്തുനിന്ന് അങ്ങ് ഊരി മാറി. അവരുടെ ആ സുന്ദരമായ മുഖത്ത് പരിക്കുകളില്ലെങ്കിലും അവരുടെ ബോഡി കൂടി രക്തം ഊർന്നിറങ്ങുന്നുണ്ട്. നീല അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവരുടെയും നീലിന്റെ ശ്രദ്ധ ഒരുമിച്ച് ആ വീടിന്റെ വാതിലിന് പുറത്തേക്കെത്തി. പുറത്ത് ആരുടെയോ കാൽപെരുമാറ്റം അവർ രണ്ടുപേരും കേട്ടു. നീല അവരെ നോക്കിയിട്ട് വാതിലിന് നേരെ നടന്നു. നീല വാതിൽ തുറക്കുമ്പോൾ പുറത്ത് 5-6 ആളുകൾ നിൽക്കുകയാണ്. അതിലൊരാള് നീലിന്റെ അടുത്തേക്ക് വന്ന് നീലോട് ചോദിച്ചു, യങ്മാൻ, ഞങ്ങളൊരു സ്ത്രീയെ തിരഞ്ഞ ഇതുവഴി വന്നത്. ആ സ്ത്രീ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അത് കേട്ടതും നീല് അയാളോട് പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ല, നിങ്ങൾ പോയി. യങ്മാൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് ഈ വീട് സെർച്ച് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നീലിനെ മറികടന്ന് അകത്തേക്ക് കടക്കാൻ പോയതും അയാൾ പുറകോട്ട് തെറിച്ചതും ഒരേ നിമിഷത്തിലാണ്.
നീല് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ, ഒരു കാറ്റ് അയാളെ എടുത്തങ്ങ് എറിയുകയായിരുന്നു. ശരിക്കും ലൈറ്റനിങ് വേഗതയിൽ നീല് അവിടെ ഒരു ഫോഴ്സ് സൃഷ്ടിക്കായിരുന്നു. അയാൾക്കും നീലിനും ഇടയിലുള്ള കാറ്റ് അതിശക്തമായി അയാളെ പുറകോട്ട് തള്ളുകയായിരുന്നു. അയാൾ തെറിച്ച് ഏകദേശം ഗേറ്റിന്റെ ഭാഗത്താ വന്ന് വീണത്. ആ കാഴ്ച അയാൾക്കൊപ്പമുള്ള ബാക്കി ആളുകളും കണ്ടു. ആ കൂടുതൽ ലീഡർ എന്ന് തോന്നുന്ന ആള് പെട്ടെന്ന് മുന്നോട്ട് കയറി നീലിനെ ഒന്ന് തൊഴുതു. ക്ഷമിക്കണം, അദ്ദേഹത്തിന് അറിവില്ലാതെ പറ്റിപ്പോയതാണ്. ഞങ്ങള് ഒരാളെ തിരക്കി ഇറങ്ങിയതാണ്. സൂബു കുടുംബത്തിന്റെ ഫാമിലി ഹെഡിനെ വധിച്ച ഒരു സ്ത്രീ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഞങ്ങള് ആ സ്ത്രീയെ ഫോളോ ചെയ്ത ഇവിടെ വരെ എത്തിയത്. ദയവായി തെറ്റിദ്ധരിക്കരുത്. ജിയാങ്ങൺ പ്രൊവിൻസിലെ അറിയപ്പെടുന്ന ഒരു കുടുംബം ആണ് ഈ സൂവു കുടുംബം. ആ സൂവു കുടുംബത്തിന്റെ ഫാമിലി ഹെഡിനെ വകവരുത്തിയ സ്ത്രീയാണ് അകത്തിരിക്കുന്നത്. ആ ആള് പറഞ്ഞത് കേട്ടപ്പോൾ നീലിന് കാര്യം മനസ്സിലായി. നീല് അയാളെ തന്നെ നോക്കുമ്പോൾ അയാള് നീലിനോട് പറഞ്ഞു, സൂവു കുടുംബത്തിന്റെ ഫാമിലി ഹെഡിനെ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ 10 ആളുകളെയും ആ സ്ത്രീ കൊന്നായിരുന്നു. അവരെ വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പരിശോധിക്കുന്നത്. ദയവായി ഞങ്ങളോട് സഹകരിക്കണം. നീല് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ടോക്കൺ പുറത്തെടുത്ത് അയാളുടെ നേരെ ഇട്ടുകൊടുത്തു. തന്റെ കയ്യിൽ വന്ന് വീണ ആ ടോക്കണിലേക്ക് നോക്കിയ ആ മനുഷ്യൻ പെട്ടെന്നങ്ങ് നിന്നുപോവുകയാണ്. ആ മുദ്രയ്ക്കകത്ത് ഒരു പേരുണ്ട്, നീൽ ഗ്രീ. ആ പേരിന് താഴെ തസ്തികയുടെ പേരുണ്ട്, ജനറൽ ഡ്രാഗൺ സോൾ ഹക്സിയൻ ആർമി, ഗവൺമെന്റ് ഓഫ് ഹക്സിയ. തനിക്ക് തൊടാൻ കഴിയാത്ത ഔദ്യോഗിക പൊസിഷനുള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നതെന്ന് ആ ടോക്കണിലെ വിവരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് മനസ്സിലായതും അയാൾ ആ ടോക്കൺ നെയിലിന് കൈമാറിക്കൊണ്ട് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ജനറൽ ക്ഷമിക്കണം, ദയവായി ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. അങ്ങനെ പറഞ്ഞ അയാളുടെ കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് അതിവേഗം പുറത്തിറങ്ങിയാണ്. നീല് ആ ടോക്കൺ പോക്കറ്റിലിട്ടിട്ട് അകത്തേക്ക് നടന്നു. എന്തായാലും ഈ ലീ ഷുവാന്റെ ടോക്കൺ കൊണ്ട് ഉപയോഗമുണ്ട്. നേരത്തെ ഈ കുടുംബത്തിലേക്ക് പോയപ്പോൾ സാക്ഷാൽ സ്റ്റീവും ഇതേ ശൈലിയിൽ ഒരു ഗിമിക്കാ കാണിച്ചത്. ഗവൺമെന്റ് ഓഫ് ഹക്സിയുടെ ഏറ്റവും ശക്തമായ രഹസ്യ അന്വേഷണ വിഭാഗമായ ഡ്രാഗൺ സോളിലെ ആളുകൾക്ക് സകല സ്ഥലത്തും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് നീൽ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി വരികയാണ്. നീൽ നേരത്തെ ഈ സേനയും ഗവൺമെന്റിനൊന്നും വലിയ സംഭവമായി കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ ചെറുപ്പക്കാരുടെ മുഖത്തുണ്ടായ ഭയം നീല് കൃത്യമായി കണ്ടതാണ്. നീൽ അകത്തേക്ക് കിടക്കുമ്പോൾ ആ സ്ത്രീയും നീലിനെ അമ്പരം നോക്കുകയാണ്. അവർ പുറത്തെ സംഭാഷണം കേട്ടു. ജനറൽ എന്ന് പുറത്തേക്ക് നാള് നീലിനെ സംബോധന ചെയ്തത് അവരും കേട്ടതാണ്. ഇയാള് മാർഷൽ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇയാളൊരു ആർമി ഉദ്യോഗസ്ഥനുമാണ്. ആർമി ഉദ്യോഗസ്ഥനായതുകൊണ്ടാണല്ലോ പുറത്തേക്ക് ആളുകൾ ജനറൽ എന്ന് സംബോധന ചെയ്തത്. ആ സ്ത്രീ കൗതുകത്തോടെ നീലിനെ നോക്കിയതും നീല് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഡ്രസ്സ് ഒന്ന് അഴിച്ച്. തികച്ചും അപ്രതീക്ഷിതമായി നീല് ആ ഡയലോഗ് പറഞ്ഞതും ആ സ്ത്രീ ഇങ്ങ് വല്ലാണ്ടായിപ്പോയി. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ അത്രക്കാരിയല്ല. ഏയ്, നിങ്ങൾ എത്രക്കാരിയാണ് എന്നത് എന്റെ ചോദ്യമല്ല. നിങ്ങൾ ആ ഡ്രസ്സ് അഴിക്ക്. നിങ്ങൾക്ക് ശരിക്കും പരിക്കുണ്ട്. ആ പരിക്കിനെ ഇപ്പോൾ ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാത്രി വെളുപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീൽ ഗ്രീ ആ വാചകം പറയുന്നത് നിർത്തിയാണ്. അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ഒരു സംശയം. തന്റെ മുന്നിൽ നിൽക്കുന്ന കക്ഷി ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ആ കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. നേരത്തെ അവളെ ആക്രമിക്കുന്ന ആളുകൾ പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് ആള് ഒരു ആർമി ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായി. ഇപ്പൊ ഇതാ അയാൾ പറഞ്ഞുകൊണ്ട് വരുന്ന വാചകം അയാൾ ഒരു ഡോക്ടറാണെന്നാണ്. സത്യത്തിൽ ഇയാൾ ആരാ? അങ്ങനെ അവൾ ആലോചിക്കുമ്പോൾ തന്നെ അവൾ പോലും അറിയാതെ അവളുടെ ഡ്രസ്സ് അഴിച്ചു തുടങ്ങി. ഡ്രസ്സ് അവൾ അഴിച്ചതും നീല് അവളോട് മുന്നിൽ കാണുന്ന ആ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കയറി കിടക്കാൻ പറഞ്ഞു. ശരിക്കും പാടുപെട്ടാണെങ്കിലും ആ സ്ത്രീ ആ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് കയറി അങ്ങനെ മറന്നു കിടക്കുകയാണ്. അവളുടെ ദേഹത്ത് നാമമാത്രമായ വസ്ത്രങ്ങളെ ഇപ്പോൾ ഉള്ളൂ. അവരുടെ ദേഹത്ത് കുറച്ച് പഴക്കമുള്ള കലകളുമുണ്ട്. അതായത് ഈ അടിത്തട യുദ്ധമൊക്കെ അവർക്ക് ഒരു പുതിയ അനുഭവമല്ല എന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലുള്ള കലകള് ആ ലേഡിയുടെ ബോഡിയിലുള്ളത്. നീല് അവരുടെ ആ ബോഡിയിലേക്ക് നോക്കിയിട്ട് കുറച്ച് അക്യുപങ്ചർ സൂചികൾ പുറത്തെടുത്തു, സിൽവർ നീഡിലുകൾ. ആ നീഡിലുകൾ കൊണ്ട് നീല് തുടർന്ന് നടത്തിയത് അമ്പരപ്പിക്കുന്ന ഒരു അഭ്യാസമാണ്. അതോടൊപ്പം നീല് അവരുടെ ആ ബോഡിയിൽ കീറി മുറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അതൊക്കെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. ശരിക്കും നീലിന്റെ ആ സ്റ്റിച്ചിങ് വേഗതയും അക്യുപങ്ചർ സൂചി ഉപയോഗിച്ചുള്ള ചികിത്സയുടെ വേഗതയൊക്കെ ആ സ്ത്രീയിൽ ഉണ്ടാക്കിയ ഞെട്ടല് പറയാൻ പറ്റാത്തത്ര വലുതാണ്. അവരെ അമ്പരപ്പിച്ചുകൊണ്ട് നീല് അവളുടെ നെഞ്ചിനെതിരെ കൈ നീട്ടിയപ്പോൾ അവരുടെ നെഞ്ചിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ശരിക്കും നീലിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രിക് കറണ്ട് അവരുടെ നെഞ്ചിലേക്ക് കയറി അത് ബോഡി മുഴുവൻ വ്യാപിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും ഒരു വൈദ്യുത പ്രവാഹം അവരെ എൻറ്റയർ ബോഡിയിലേക്ക് വ്യാപിച്ചു. ഇതേ സമയത്ത്
ആ അക്യുപങ്ചർ സൂചികളൊക്കെ അനങ്ങുന്നുമുണ്ട്. ഒരു വല്ലാത്ത പ്രതിഭാസം. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ ചികിത്സയ്ക്ക് ശേഷം നീൽ അവർക്ക് ചില ഗുളികൾ കൊടുത്തു. ആ ഗുളികയിലേക്ക് നോക്കിയാൽ ആ ലേഡിയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അവർ നേരത്തെ നീലിന് കൊടുത്ത ഗുളിക നീൽ എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുവെന്ന് ആ ഗുളിക കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഗുളികയാണ് നീൽ കൊടുത്തിരിക്കുന്നത്. ആ ഗുളിക ഉണ്ടാക്കിയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളെന്ന് ആ ഗുളിയുടെ ഫ്രഷ്നെസ് അവരോട് പറയുന്നുണ്ട്. അവര് രണ്ടാമൊന്നും ആലോചിക്കാതെ ആ ഗുളികയും കഴിച്ചതും നീൽ അവരോട് ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. അവര് ഡ്രസ് ചെയ്ത് കഴിഞ്ഞതും നീൽ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അവരൊരു പേര് പറയാൻ പോയതും നീൽ അവരോട് പറഞ്ഞു, യഥാർത്ഥ പേര് പറ. അവള് പറയാമെന്ന പേര് പെട്ടെന്ന് വിഴുങ്ങിയിട്ട് അവള് നീലിനോട് പറഞ്ഞു, എന്റെ പേര് ലു ഹാൻസിക. ഓക്കെ ഹാൻസിക, നിനക്ക് ആ സോഫയിൽ കിടക്കാം, നേരെ പുലരുമ്പോ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. അങ്ങനെ ഹാൻസികയോട് നീല് പറഞ്ഞതും ഹാൻസിക നീലിനോട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് അഭയം നൽകി എന്നെ ആക്രമിക്കാമെന്ന ആളുകളിൽ നിന്ന് എന്നെ രക്ഷിച്ചു, പിന്നെ എന്നെ ചികിത്സിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 3 തരത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പായും നിങ്ങളുടെ കടം വീട്ടിയിരിക്കും. അതിന് മറുപടി പറയാതെ നീലിന്റെ മുറിയിലേക്ക് നടന്നു. നേരെ പുലർന്നപ്പോഴാണ് നീല് വീണ്ടും ഹാളിലേക്ക് വരുന്നത്. ഹാളിൽ വരുമ്പോൾ ആ ലേഡി ഇല്ല. അവിടെ ഒരു കുറിപ്പുണ്ട്. താങ്ക് യു, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും, നിങ്ങളോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രമാണ് ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുള്ളത്. തികച്ചും അപരിചിതയായ ഒരു ലേഡിയുടെ ആ എഴുത്ത് വായിക്കുമ്പോൾ നീലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി സാവധാനം ഉണ്ടായി വരികയാണ്. എന്നാൽ ഈ സമയത്ത് സാക്ഷാൽ സിയ അവളുടെ ഗ്രാൻഡ്മയുടെ അടുത്തുനിന്ന് അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ ആ ദിവസം മുഴുവൻ തങ്ങിയതുകൊണ്ട് വീട്ടിൽ പോയി ഫ്രഷായി വരാനായിട്ട് സിയെ ഡയന പറഞ്ഞു വിട്ടതാണ്. സിയ റൂട്ട് കുടുംബത്തിലെത്തി. അവള് ആ പ്രധാന ഹാളിലേക്ക് കടന്നതും പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഏയ് സിയ, നീ എത്തിയല്ലേ? ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ അവൾ കാണുന്നത് സാക്ഷാൽ ക്വീൻ റിച്ചാർഡ്സനെയാണ്. അയാളെ കണ്ടതും അവൾ 2 സ്റ്റെപ്പ് അറിയാതെ പുറകോട്ട് മാറി. ഏയ്, നിങ്ങളതാ ഇവിടെ? അവളുടെ ആ ചോദ്യം കേട്ടതും റിച്ചാർഡ്സൺ മുന്നോട്ട് നീങ്ങി അവളുടെ കഴുതി പിടിച്ച് അവളൊന്ന് ഉയർത്തി. ശരിക്കും ഒരു താറാവിനെ എടുത്ത് പൊക്കുന്ന പോലെ സിയെ കഴുത്തി പിടിച്ച് അയാൾ എടുത്ത് പോക്കി ആ ചെവറിലോട്ട് ചേർത്ത് നിർത്തി. കഴുത്തിൽ അയാൾ ഒന്ന് കൈ മുറുക്കിയാൽ സിയ അവിടെ അവസാനിക്കും. സിയുടെ കണ്ണുകൾ അങ്ങനെ തള്ളി വരുമ്പോൾ അയാള് സിയെ താടി നിർത്തി. ഏയ് സിയ, നിന്റെ ഡയലോഗുകളൊന്നും അധികം എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാൻ 3 കാര്യങ്ങൾ നിന്നോട് പറയാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. 1, നമ്മൾ തമ്മിലുള്ള വിവാഹം അത് 6 മാസം കഴിഞ്ഞ് മതിയെന്നാണ് നേരത്തെ ഞാൻ തീരുമാനിച്ചിരുന്നത്. അത് നേരത്തെ ആക്കാൻ പോവുകയാണ്. ഇനി താമസിക്കുന്നില്ല. ഞാനും എൻ്റെ റിലേറ്റീവ്സും ഒരാളെ കാണാനായി കുൻലാൻ മലകളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടക്കും. 2ാമത്തെ കാര്യം, നീ മേലാൽ ഈ സിറ്റി വിട്ട് പുറത്തു പോകരുത്. 3, ഇന്ത്യക്ക് 3 ദിവസത്തിനകം ആ നീൽഗിരിയെ വകവരുത്തിയിരിക്കും. അതും കൂടി നിന്നോട് പറയാനാ ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ടക്കനങ്ങ് മൂവ് ചെയ്തു. അവിടെ തുറന്നു കിടന്ന ജനാല വഴി അയാളങ്ങ് അപ്രത്യക്ഷമാവുകയായിരുന്നു. ശരിക്കും അയാൾ കടന്നുപോയത് ആ ജനാല വഴിയാണ്. അമ്പരിപ്പിക്കുന്ന വേഗതയിൽ ആ വീടിന്റെ ഹാളിനകത്തേക്ക് കടന്ന അയാൾ അതേ വേഗതയിൽ പുറത്തു പോയിരിക്കുകയാണ്. അവൾ വിവാഹം കഴിക്കേണ്ട ആ ക്വീൻ റിച്ചാർഡ്സിന്റെ ആ പെരുമാറ്റം അവളെ തെല്ലെന്നുമല്ല അമ്പരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ആദ്യത്തെ 2 കാര്യവും അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. അവള് റിവർ സിറ്റിയിലേക്ക് പോകണ്ട, ആ ജിയാങ് സിറ്റി തന്നെ താമസിക്കണമെന്നുള്ള അവന്റെ ഉത്തരവ് അത് അവളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. വിവാഹവും അവളെ മാത്രം ബാധിക്കുന്നതാണ്. പക്ഷെ 3ാമത് പറഞ്ഞ കാര്യം, നീൽഗിരിയെ 3 ദിവസത്തിനകം അയാൾ കൊല്ലുമെന്ന് പറഞ്ഞ കാര്യം, അത് അവളെ ശരിക്കും ഒന്ന് ഉലച്ചു. അവൾ ഉടൻ തന്നെ നീലിനെ വിളിച്ചു. രാവിലെ സിയുടെ ഫോൺ വന്നതും നീലിന് സന്തോഷമായി. ഏയ് സിയ, ഞാൻ കരുതിയത് ഞാൻ ഇവിടെ എത്തുമ്പോൾ നീ എന്നെ സ്വീകരിക്കാനായി ഇവിടേക്ക് വരുമെന്നാണ്. നീൽ, നീ എവിടെ എത്തിയെന്നാ പറയുന്നത്? ഏയ് സിയ, ഞാനിവിടെ ജിയാങ് സിറ്റിയിലുണ്ട്. ഏയ് നീൽ, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അതെന്താ സിയ? നീൽ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. സിയ, നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിവിടെ വീട്ടിലുണ്ട്. ഓക്കെ, ഞാനിത് എത്തി. അങ്ങനെ പറഞ്ഞ് നീലൊക്കെ ഫോൺ കട്ട് ചെയ്തു. നീല് ഉടൻ തന്നെ സ്റ്റീവനെ വിളിച്ച് അവിടുന്ന് റൂട്ട് കുടുംബത്തിലേക്ക് തിരിച്ചു. റൂട്ട് കുടുംബത്തിലേക്ക് നീല് ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെ കയറി ചെല്ലുകയാണ്. നീൽ അകത്തേക്ക് ചെല്ലുമ്പോൾ സിയ നീലിനെ കണ്ടു. നീലിന്റെ അടുത്തേക്ക് സിയ ഓടിയെത്തി. നീൽ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏയ് സിയ, എന്താ ഉണ്ടായ? നിന്റെ ശബ്ദത്തിൽ ശരിക്കും പതർച്ചയുണ്ടല്ലോ. എന്താ ഉണ്ടായ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചു? ഏയ്, എന്നാരും ഉപദ്രവിച്ചില്ല. അങ്ങനെ സിയ പറഞ്ഞപ്പോ നീല് സിയോട് പറഞ്ഞു, സിയ, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മുറിയിലേക്ക് കയറിക്കോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വരാം. നീൽ, എന്താ 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 വിഷയം? സിയ, ഞാൻ പറഞ്ഞു നീ ചെയ്യ്. അങ്ങനെ നീല് സിയോട്
തീർത്ത് പറഞ്ഞതും സിയ ഓടി അവളുടെ മുറിയിലേക്ക് കയറി. നീല് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സാക്ഷാൽ സ്റ്റീവ് ഉണ്ട്. സ്റ്റീവ് നീലിനെ കണ്ടതും വലത് ഭാഗത്തേക്ക് നടന്നു. സ്റ്റീവും നീലും കൂടി നടന്നെത്തിയത് ഒരു ഗാർഡനിലാണ്. ഗാർഡനിലേക്ക് നീലും സ്റ്റീവും കൂടി നടന്നെത്തിയതും സ്റ്റീവ് തിരിച്ചു നടന്നു. ഇപ്പോ ആ ഗാർഡനകത്ത് നീല് മാത്രമാണുള്ളത്. നീല് ആ ഗാർഡനിലേക്ക് കൂടി മുന്നോട്ട് നടന്നിട്ട് ഒരു സ്ഥലത്തെത്തിയതും അങ്ങനെ നിന്നു. നീല് തിരിയുമ്പോൾ അവിടേക്ക് രണ്ടാളുകൾ നടന്നു വരികയാണ്. നീൽഗിരി, ഇവിടെ എന്ത് ധൈര്യത്തിലാണ് നീ വന്നത്? നീ വന്നോന്ന് മാത്രമല്ല, യങ് മാസ്റ്റർ ക്യൂനിന്റെ വധുവിനെ നീ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ആ രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞതും നീല് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ യങ് മാസ്റ്റർ ക്യൂൻ ഇപ്പോ നിങ്ങളുടെ വസതിയിലുണ്ടോ? അതിന് മറുപടി പറയാതെ അതിലൊരാള് മുന്നോട്ട് കുതിച്ചു. നിനക്ക് മറുപടി പറയേണ്ടത് വാക്കുകൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിക്കുന്ന അയാളുടെ കൈവശം ഒരു കത്തിയുണ്ട്. നീൽഗിരിയെ ഒറ്റക്കുത്തിന് വകവരുത്താനുള്ള ഒരു ആവേശം അയാളുടെ ആ മൂവ്മെന്റിനുണ്ട്. ശരിക്കും അയാൾക്ക് നല്ല വേഗതയുണ്ട്. കണ്ണടച്ച് തുറക്കുമ്പോൾ അയാള് നീലിന്റെ മുന്നിലേക്ക് എത്തുകയും കത്തി കൊണ്ട് ആഞ്ഞു കുത്തുകയും ചെയ്തു. അയാള് പാഞ്ഞു വരുന്ന കണ്ടിട്ടും നീല് അനങ്ങുന്നുണ്ടായിരുന്നില്ല. നീലിന്റെ നേരെ അയാൾ ആഞ്ഞു കുത്തിയതും നീല് ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞ നീല് ആ നിമിഷത്തിനെ അയാളുടെ ആ റിസ്റ്റിൽ പിടിക്കുകയും ചെയ്തു. റിസ്റ്റിൽ പിടിച്ച് നീല് ഒന്ന് കൈ തിരിച്ചതും ആ നീലിനെ ആക്രമിച്ച ആ കക്ഷിയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അവന്റെ കയ്യിലിരുന്ന കത്തി ഇപ്പോ അവന്റെ കഴുത്ത് മുറിക്കുകയാണ്. ശരിക്കും ഏതാനും സെക്കൻഡുകൾ കൊണ്ട് സംഭവിച്ച ഒരു രംഗമാണ്. ആ ആൾക്കൊപ്പം വന്ന മറ്റേ കക്ഷി ആ രംഗം കണ്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോഴേക്കും കഴുത്തിട്ട് ആദ്യത്തെ ആള് താഴെ വീണു. അയാൾ മുന്നോട്ട് ചാടി നീല ആഞ്ഞു കുത്തിയത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ബാക്കി നീല് അവന്റെ കൈ പിടിച്ചതും കഴുത്ത് കണ്ടിച്ചതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലായിരുന്നു. കഴുത്തറ്റ് ആ ആള് താഴെ വീഴുമ്പോൾ അവന്റെ ആ തലയുടെ ഭാഗമായ കണ്ണുകൾക്ക് ശരിക്കും അവിശ്വസനീയമായ എന്തോ അനുഭവപ്പെട്ട ഒരു ഫീലാ ഉള്ളത്. ആ കണ്ണുകളിൽ ഒരു അമ്പരപ്പുണ്ട്. ഈ കാഴ്ച കണ്ട ആ രണ്ടാമൻ പെട്ടെന്ന് നീലിന്റെ മുന്നിൽ മുട്ടുകുത്തി. മിസ്റ്റർ നീൽഗിരി, ഞാൻ പറയാം യങ് മാസ്റ്ററും ക്യൂൻ കുടുംബത്തിലെ പ്രമുഖരെല്ലാം കൂടി കുൻലാൻ മലയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരാളെ കാണാനാ പോയത്. ആ ആള് ശരിക്കും ശക്തനാണ്. ആ ആളുടെ സപ്പോർട്ട് ക്യൂൻ കുടുംബത്തിനുണ്ടെങ്കിൽ പിന്നീട് ക്യൂൻ കുടുംബത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്യൂൻ കുടുംബത്തിന്റെ ശക്തി ആ ആള് വരുന്നതോടുകൂടി വർദ്ധിക്കും. കുൻലാൻ മലനിരകളിൽ ഇഷ്ടം പോലെ അതിശക്തരായ കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്. പല കൾട്ടിവേറ്റേഴ്സും പ്രധാന കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളായിരിക്കും. പക്ഷെ അത്തരം ആളുകൾ പോലും കുൻലാൻ മലനിരകൾ വിട്ട് ഈ ഹക്സിയിലേക്ക് വരില്ല. കുൻലാൻ മലനിരകളിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. അത് കളഞ്ഞിട്ട് സ്പിരിച്വൽ എനർജി ഇല്ലാത്ത ഹക്സിയുടെ ബാക്കി മേഖലകളിലേക്ക് വരാൻ അവരാരും ഇഷ്ടപ്പെടില്ല. അത്തരത്തിലുള്ള ഒരാളെ ഇവിടെ ഈ ക്യൂൻ കുടുംബം എന്തൊക്കെയോ പറഞ്ഞ് ഓഫർ കൊടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ആള് പറഞ്ഞത് കൃത്യമായും നീലിന് മനസ്സിലായി. നീല് അയാളും നോക്കിയിട്ട് മുന്നോട്ട് നടക്കുകയാണ്. തന്നെ നീല് വെറുതെ വിട്ടു എന്ന് അയാൾക്ക് തോന്നിയെങ്കിലും പെട്ടെന്ന് അയാൾക്കൊരു സംശയം. അയാൾ തല തിരിച്ചതും അയാളുടെ അടുത്ത് ഒരു കാറ്റടിച്ചു. ആ വിൻഡ് ബ്ലേഡ് അയാളുടെ കഴുത്ത് ഖണ്ഡിച്ചങ്ങ് കടന്നു പോവുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ കഥാപാത്രത്തിന് മനസ്സിലായില്ല എന്നാണ് വ്യക്തം. മുന്നോട്ട് നീല് നടന്നു വരുമ്പോൾ അവിടേക്ക് സ്റ്റീവ് എത്തി. ആ ഡെഡ് ബോഡികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നീല് സ്റ്റീവിനെ കടന്ന് ആ പ്രധാന ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആ ഹാളിലേക്ക് സാക്ഷാൽ ഹാൻസൺ റോട്ട് ഓടിയെത്തി. നീല് അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ് ഹാൻസൺ റോട്ട്. ഹാൻസൺ റോട്ട് വന്ന വിവരം അറിഞ്ഞ് അവിടേക്ക് സിയും ഓടിയെത്തിയിരിക്കുകയാണ്. നീലും ഹാൻസൺ റോട്ടും മുഖാമുഖം നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് സിയുടെ വരവ്. ഹാൻസനെ കണ്ടതും നീല് അദ്ദേഹത്തെ നോക്കി കഴുകുപോയി. അങ്കിൾ നമസ്കാരം. നീൽഗിരി, നിന്നെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഹാൻസൺ നീലിനോട് പറഞ്ഞു, നീൽ, ഞാൻ നിന്നെ ഉപദേശിക്കാനൊന്നും ആളല്ല. നിന്റെ അച്ചീവ്മെന്റ്സ് ഞാൻ കറക്റ്റായിട്ട് വീക്ഷിക്കുന്ന ആളാണ്. നീ ഒരു ജീനിയസ് ആണ്. നീ ജെൻ പ്രൊവിൻസിലെ ജീനിയസുകളിൽ നമ്പർ 1 ആണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ നീൽ, നീ എതിർത്തിരിക്കുന്നത് ക്യൂൻ കുടുംബത്തെയാണ്. ആ ക്യൂൻ കുടുംബത്തോട് എതിർത്ത് നിനക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് കേട്ടതും നീല് അദ്ദേഹത്തോടായി പറഞ്ഞു, എങ്കിൽ അങ്ങ് ക്യൂൻ കുടുംബത്തെ ഭയക്കുന്നുണ്ടാവും. പക്ഷേ ആ ഭയം എനിക്കില്ല. ക്യൂൻ കുടുംബം എന്നോട് മുട്ടാൻ വന്നാൽ പിന്നെ ക്യൂൻ കുടുംബം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് നീല് ഹാൻസൺ റൂട്ടിനോട് പറഞ്ഞു, എങ്കിൽ ഞാൻ സിയോടൊന്ന് സംസാരിക്കട്ടെ. ഹാൻസൺ എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ നീല് സിയുടെ കൈ പിടിച്ച് അവളുടെ മുറിയിലേക്ക് നടന്നു. സിയുടെ മുറിയിലേക്ക് കയറി നീല് സിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു.
കൂളായിട്ട് ഹാൻസിന്റെ അടുത്ത് വന്ന നീല് ഹാൻസിനോട് പറഞ്ഞു, അങ്കിൾ ഞാൻ ഒരിക്കൽ കൂടി അങ്ങളോട് പറയട്ടെ, ക്വിൻ കുടുംബമൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ പറഞ്ഞ് നീലങ്ങ് നടന്നു പോവുകയാണ്. താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ശരിക്കും വിശ്വസിക്കാനാവാതെ അമ്പരം നിൽക്കുകയാണ് റൂട്ട് കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് ഹാൻസൺ റൂട്ട്. ക്വിൻ കുടുംബത്തോട് എതിരിടാൻ ഒരിക്കലും ആ റൂട്ട് കുടുംബത്തിന് പറ്റില്ല. റൂട്ട് കുടുംബത്തിന് സമ്പത്തുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ജോലിക്കാരുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പവർ അത് അവരിലില്ല. മസിൽ പവർ അത് ക്വിൻ കുടുംബത്തിനാണ് ഉള്ളത്. അവര് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആ മസിൽ പവറാണ്. ക്വിൻ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു ചെറു സേന തന്നെ ആകും. ആ സേനാബലം കൈവശമുള്ള ക്വിൻ കുടുംബത്തോട് എതിടാൻ ഒരിക്കലും റൂട്ട് കുടുംബത്തിന് കഴിയില്ല. അപ്പോഴാണ് വെറുമൊരു പയ്യൻസായ മീശ മുളച്ചു മാത്രം തുടങ്ങിയിരിക്കുന്ന ആ നീൽഗിരി ആ ക്വിൻ കുടുംബത്തെ വേണ്ടി വന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും എന്ന് പറയുന്നത്. വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് നീൽഗിരി പറഞ്ഞിരിക്കുന്നത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ യങ് മാസ്റ്റർ നീൽഗിരിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ദി സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.